തീവ്രവാദത്തിന്റെ ശൈലി അത് പരിശുദ്ധ ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറയും, ചിലർ പറയും ബദർ യുദ്ധം ഉണ്ടായിട്ടില്ല ഉസ്താദേ, ഉഹദ് യുദ്ധം ഉണ്ടായിട്ടില്ല. ബദർ യുദ്ധം തന്നെ തീവ്രവാദം. ബദർ യുദ്ധം 4 ആള് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് യുദ്ധം ഉണ്ടാക്കിയതാ, 4 ആള് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കള്ളത്തൊക്കെ വാങ്ങിയതാ, 4 ആള് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ട്രെയിൻ തീ കൊടുത്തതാ, അല്ലെ 4 ആള് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പല്ല് തട്ടിയത്. അതാ ബദർ യുദ്ധം. എന്താണ് ബദർ യുദ്ധം? എന്താണ് ഇസ്ലാമിന്റെ ജിഹാദ്? സുബ്ഹാനല്ലാഹ്, ഒരിക്കലും അത് തീവ്രവാദ പ്രവർത്തനമല്ല, തീവ്രവാദമല്ല, ഭീകരവാദമല്ല, അക്രമമല്ല. മറിച്ച് നിങ്ങൾ ഓർക്കണം, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരക്രമ പ്രവർത്തനവും ഇവിടെ നടക്കരുത് എന്ന നിലക്ക് എല്ലാ നീച നികൃഷ്ട പ്രവർത്തനങ്ങളെയും വിരോധിച്ചു. മനുഷ്യനെ ഏറ്റവും വഴികേടിലാക്കുന്ന, അക്രമവാസന ഉണ്ടാക്കുന്ന വസ്തുവാണ് മദ്യം, കള്ള്. അതിനെ കഠിനമായി വിരോധിച്ചു. മനുഷ്യൻ പരസ്പരം അതാ പകയും അതുപോലെ തന്നെ മനുഷ്യൻ പരസ്പരം അക്രമവും നടത്താൻ കാരണമാകുന്ന ഏറ്റവും വലിയ നീചവൃത്തിയാണ് വ്യഭിചാരം, വേശ്യാവൃത്തി, ബലാത്സംഗം. അതിനെ കഠിനമായി വിരോധിച്ചിട്ട് അത് ചെയ്യുന്നവനെ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞ് കൊല്ലണമെന്ന് പാസാക്കി. അതുപോലെ തന്നെ പരസ്പരം ഒരു മനുഷ്യനെ നിരപരാധിയെ കൊന്നാൽ പകരം വെട്ടിക്കൊല്ലണമെന്ന് പാസാക്കി. അളവ് നടത്തിയാൽ കൈമുറിക്കണമെന്ന് പാസാക്കി. അങ്ങനെ ലോകത്ത് ഒരക്രമവും ചെയ്യുന്ന മനുഷ്യനില്ലാത്ത വിധം, അളവ് നടത്തുന്നവനില്ലാതെ, കൊല നടത്തുന്നവനില്ലാതെ, വ്യഭിചാരിയില്ലാതെ, മദ്യപാനിയില്ലാതെ, അക്രമം ചെയ്യുന്നവനില്ലാതെ മനുഷ്യരെ സംസ്കരിച്ചെടുക്കാൻ ആവശ്യമായ ഭൗതിക നിയമങ്ങളും അതിന്റെ പുറമെ നിങ്ങളെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന ഒരു രാജാവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വിചാരണയുണ്ട്. അവിടെ നിങ്ങൾക്ക് അതാ വക്കീലിന്റെ വാദം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്കവിടെ കൈക്കൂലി കൊണ്ട് മാറിക്കളയാൻ കഴിയില്ല. നിങ്ങൾക്കവിടെ ധർണ നടത്താൻ കഴിയില്ല. മറിച്ച് ഓരോ മനുഷ്യനും ചെയ്ത തെറ്റുകളും നന്മകളും വിചാരണക്കെടുക്കുമ്പോൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ കൈകൾ വിളിച്ചു പറയും, കാല് സാക്ഷി പറയും, തൊള്ളക്ക് ശീലി വെച്ചു പോകും. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല, കള്ളസാക്ഷി നടക്കൂല. അങ്ങനെ ഒരു കോടതിയിൽ നിങ്ങൾ ഹാജരാക്കപ്പെടുമെന്ന് പഠിപ്പിച്ച് ജനങ്ങളെ സംസ്കരിച്ച് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി, സർവ്വജനങ്ങൾക്കും നന്മ വിതരണം ചെയ്യാൻ വേണ്ടി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിക്കുമ്പോൾ ആ റസൂലുള്ളാഹിനോട് സത്യത്തിന്റെ വിരോധികൾക്ക് പകയായിരുന്നു. സത്യത്തിന്റെ വിരോധികൾക്ക് ആ നബിയോട് നീരസമായിരുന്നു. അവര് സംഘടിച്ച് അവരതാ ഒരു യോഗം ചേർന്നു. അവരതാ തീരുമാനമെടുത്ത് മുഹമ്മദിനെ വധിക്കണം. അതിന് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് വളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൈര്യപൂർവ്വം അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കി അതാ അവിടുന്ന് സൂറത്ത് യാസീൻ ഓതി അവരുടെ മുന്നിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങി. അങ്ങനെ അതാ ഫഹും ലാ യുബ്സിറൂൻ എന്ന സ്ഥലത്തെത്തുമ്പോ പൊടിമണ്ണ് വാരിയിട്ട് അവരുടെ ശരീരത്തിനൊരു അപകടവും വരാത്തൊരു വസ്തു, അവരെ ശരീരത്തിന് കേടും വരാത്ത വസ്തു പൊടിമണ്ണ്. ആ പൊടിമണ്ണ് വാരിയിട്ട് അക്രമികളുടെ തലയിലേക്ക് എറിഞ്ഞു. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ജലപീരങ്കി എന്നൊരു പരിപാടി. പോലീസ് ജലപീരങ്കി അപകടം പറ്റാതെ ജനങ്ങളെ തിരിച്ചേക്കാനുള്ള പരിപാടിയാണ്. അത് ഇതിൽ നിന്ന് പഠിച്ചതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. അങ്ങനെ പൊടിമണ്ണ് വാരിയിട്ട് കൊല്ലാൻ വേണ്ടി വന്ന ജനങ്ങളുടെ തലയിലേക്ക് എറിഞ്ഞപ്പോൾ അത്ഭുതകരമായി സംഭവിച്ച ഉറക്കം. ആ ഉറക്കത്തിനിടയിൽ സമാധാനപരമായി ഇറങ്ങിപ്പോയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗങ്ങൾ സഹിച്ച് സുബ്ഹാനല്ലാഹ്. നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട മൻസൂർ ഹാജി പ്രസംഗിക്കുമ്പോ സിറാജുലുലക്ക് സേവനങ്ങൾ നടത്തി ത്യാഗം സഹിച്ചതിന്റെ സംഭവം പറഞ്ഞു. ത്യാഗമാണോ സഹോദരന്മാരെ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും സ്നേഹിക്കുന്ന, ഏറ്റവും ആദരിക്കുന്ന, നമ്മെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നാം കണ്ടുവെച്ച നമ്മുടെ സൂക്ഷിപ്പ് സ്വത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ വെളിച്ചം പ്രചരിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് ത്യജിച്ച ത്യാഗത്തിന്റെ മുന്നിൽ നമ്മുടെ കട്ടപ്പന ത്യാഗമാണോ, നമ്മുടെ ഓലശന്റെ ത്യാഗമാണോ, നമ്മുടെ ഓട്ടം ത്യാഗമാണോ, നമ്മുടെ ഉറക്കമൊഴിക്കൽ ത്യാഗമാണോ? നമ്മൾ സുഖലോലുപരായി ജീവിക്കുന്ന പ്രവർത്തകരല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഠിനാധ്വാനം ചെയ്ത് സത്യമതം പ്രചരിപ്പിക്കാൻ വേണ്ടി മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ശത്രുക്കൾ വരുന്ന പലപ്പോഴും പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മദീനയിലെത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് മദീനയിലെത്തുമ്പോൾ അവിടെ അതാ സ്നേഹിക്കുന്നൊരു സമൂഹം നബിയെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ വന്നു ചേർന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ വരവ് കണ്ടപ്പോ അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. തക്ബീർ ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലുള്ള ജനങ്ങൾ അതാ സ്വീകരണം നൽകുന്നു. സ്ത്രീകളും സ്വീകരണത്തിന് വന്നിട്ടുണ്ട്. കാരണം അന്നത്തെ കാലം സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നതിന് വിരോധം വരുന്നതിന് മുമ്പാണ്. ഇസ്ലാം കള്ളുകൂടി വിരോധിക്കുന്നതിന് മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ മദ്യപാനം അന്ന് വിരോധിച്ചിട്ടില്ല, പിന്നെയാ വിരോധിച്ചത്. അതുപോലെ സ്ത്രീകൾ കാണുന്നതും തൊടുന്നതും അന്ന് വിരോധിച്ചിട്ടില്ല, പിന്നെയാ വിരോധിച്ചത്. ഇരിക്കട്ടെ, അതുകൊണ്ട് തന്നെ സ്ത്രീകളും സ്വീകരണത്തിന് വന്നിട്ടുണ്ട്. സ്ത്രീകൾ സ്വീകരണത്തിൽ വന്നു എന്ന് കേൾക്കുമ്പോ എന്നാ പിന്നെ എല്ലാ എയർപോർട്ടിലും പെണ്ണുങ്ങൾ പോയി കാത്തുക്കണമെന്ന് വിചാരിക്കണ്ട. അതോടാ പറഞ്ഞത്. ചിലർക്ക് പെണ്ണുങ്ങൾ എല്ലാ സ്ഥലത്തും വേണം, എന്നാലേ ശരിയാവുള്ളൂ. രാവിലെ ഒരാൾ വിളിച്ച് എന്റെ സ്നേഹിത മുഹമ്മദ് ഹാജിനോട് ചോദിക്കാണ്, അല്ല സ്ത്രീകൾക്ക് സൗകര്യമുണ്ടോ അവിടെ പ്രസംഗം കേൾക്കാൻ? ഉണ്ട്. എന്നാ പിന്നെ സ്ത്രീകൾക്ക് അവിടെ നിസ്കരിക്കാനും സൗകര്യമുണ്ടോ? മുഹമ്മദ് ഹാജി പറഞ്ഞു, മഗ്‌രിബ് നിസ്കരിച്ച് വന്നാൽ മതി, ഇശാ തിരിച്ചു പോയിട്ട് നിസ്കരിച്ചാൽ മതി. അപ്പൊ ഇവരുടെ ചോദ്യം, അതിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വരാം, നിസ്കരിക്കാൻ വേണ്ടി വന്നൂടെ? നിസ്കരിക്കാൻ വേണ്ടി വരുന്നതിന് അമ്മക്കാർക്ക് വല്ല ടാക്സാരം കൊടുക്കണം, പെണ്ണുകൾ ഇവിടെ നിസ്കരിച്ചാൽ അതാണോ വിഷയം? നമ്മൾ മുസ്ലിമീങ്ങളാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അംഗീകരിക്കുന്നവരാ മുസ്ലിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ പറഞ്ഞത്? വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഖൈർ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് റസൂലുള്ള പറഞ്ഞ വാക്കാ, അത് സഹീഹായ ഹദീസ. അത് സഹീഹാണെന്നതിൽ ഒരു സെലഫിക്കും തർക്കമില്ല. നാസിറുദ്ദീൻ അൽബാനി അടക്കമുള്ള സെലഫി മൗലവിമാര് എല്ലാരും പറഞ്ഞു വെച്ചിരിക്കുന്നത് സഹീഹാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടാ ഖൈർ. അപ്പൊ ഒരു കൂട്ടർ പറയാ, അല്ല വീടല്ല ഖൈർ, പള്ളിയാണ് ഖൈർ. ഇതിനൊക്കെ അസുഖം എന്നാ പേര്. ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ ആ മദീനയിൽ നബിയെ സ്വീകരിക്കാൻ സ്ത്രീകളടക്കമുണ്ട്. കാരണം അന്ന് സ്ത്രീകൾ വീട്ടിലടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന് ആയത്തിറങ്ങിയിട്ടില്ല. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഖിംന സ്വലാത്ത്. സ്ത്രീകൾ വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയണം. അവരെ ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കരുത്. അവർ ജാഹിലിയ്യ കാലം പോലെ പ്രവർത്തിക്കരുത്. അവർ വീട്ടിൽ നിന്ന് തന്നെ നിസ്കാരം നിർവഹിക്കണം എന്നറിയിക്കുന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പാണത്. അന്ന് സ്ത്രീകൾ പുറത്തു വരുന്നതിന് വിരോധമില്ല. അതുകൊണ്ട് സ്ത്രീകളും സ്വീകരണത്തിന് വന്നിട്ടുണ്ട്. എല്ലാവരും റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീന എന്ന രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായി അവരെല്ലാവരും പ്രഖ്യാപിച്ചു, അംഗീകരിച്ചു. പിന്നെ മദീന ഭരിക്കുന്ന രാഷ്ട്രത്തലവനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന എന്ന രാഷ്ട്രത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, യഹൂദികൾ ജീവിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ജീവിക്കുന്നുണ്ട്, അതുപോലെ പലരും ജീവിക്കുന്നുണ്ട്. അവർ ആ രാജ്യത്തിന് ടാക്സ് അടക്കുന്നുണ്ട്. അവർക്ക് പ്രശ്നങ്ങളില്ല. അവർക്ക് പൂർണ്ണമായ സംരക്ഷണം അല്ലാഹുവിന്റെ റസൂലിന്റെ ഇസ്ലാമിക ഭരണം നൽകുന്നുണ്ട്. അവരുമായി സൗഹാർദ്ദത്തിൽ വർദ്ധിക്കുന്നുണ്ട്. അവര് ക്ഷണിച്ച ഭക്ഷണം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടുണ്ട്. അവര് ക്ഷണിച്ച ഭക്ഷണം കഴിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പോയിട്ടുണ്ട്. പക്ഷേ യഹൂദികൾ ആ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
സുബ്ഹാനല്ലാഹ്. വിഷം ചേർത്ത് റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഭക്ഷണം തൊള്ളയിലിട്ട് ചവക്കുമ്പോ അവിടുന്ന് പറഞ്ഞു, ഈ ഭക്ഷണം എന്നോട് പറയുന്നു ഇതിന് വിഷം ചേർത്തിട്ടുണ്ടെന്ന്. യഹൂദികളെ വിളിച്ചു, നിങ്ങളിതിൽ വിഷം ചേർത്തിട്ടുണ്ടോ? അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു, അതെ ഞങ്ങൾ വിഷം ചേർത്തിട്ടുണ്ട്. അതിനാ ചേർത്തത്? അത് നിങ്ങൾ സത്യം പറയുന്ന നബിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നിങ്ങൾ സത്യം പറയാത്ത ആളുകളോടുകൂടി തന്നെ കഥ കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നവും തീർന്നല്ലോ. സുബ്ഹാനല്ലാഹ്. ആത്ര വഞ്ചന നടത്തിയവരാണ് യഹൂദികൾ. പക്ഷെ അവരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹാർദ്ദത്തോടെ പെരുമാറിയിട്ടുണ്ട്. ആ മദീന എന്ന രാഷ്ട്രം അല്ലാഹുവിന്റെ റസൂൽ സുന്ദരമായ ഭരണം നടത്തുമ്പോ ആ രാഷ്ട്രത്തെ തകർക്കാൻ, ആ രാഷ്ട്രത്തിലുള്ള മുസ്ലിങ്ങളെയും അമുസ്ലിങ്ങളെയും കൊന്നൊടുക്കാൻ, മുഹമ്മദ് നബിയെ വകവരുത്താൻ, സാമ്പത്തിക ശേഷി നേടാൻ വേണ്ടി ബിസിനസ് നടത്തുകയാണ് അബൂജഹലും അബൂ സുഫിയാനും. എന്തിന് പണമുണ്ടാക്കിയിട്ട് വേണം ഇതിനെ തകർക്കാൻ. അതിന്റെ പുറമെ അവരതാ നബിയെ ആക്രമിക്കാനുള്ള വകുപ്പുകൾ കൂട്ടുകയാണ്, ആയുധം കൂട്ടുകയാണ്. ആ സമയത്ത് അവരുടെ ആ ആസൂത്രണം പൊളിക്കാൻ വേണ്ടി അവര് നബിയെ എതിർക്കാൻ വേണ്ടിയുള്ള ആയുധം വാരിക്കൂട്ടാനുള്ള ബിസിനസ് നടത്തുമ്പോ ആ ബിസിനസ് പിടിച്ചെടുക്കണമെന്ന് മനസ്സിലാക്കി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ രാഷ്ട്രം കയ്യേറാനും ആ രാഷ്ട്രത്തിലെ പൗരന്മാരെ കൊന്നൊടുക്കാനും അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ, അബൂജഹലിന്റെ നേതൃത്വത്തിൽ അതാ മക്കയിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ അഹംഭാവത്തോടെ മുട്ടും പാട്ടുമായി മുഹമ്മദിനെ വകവരുത്തുമെന്ന ഹുങ്കോടുകൂടി മദീനയുടെ സമീപ പ്രദേശമായ ബദറിലെത്തിയപ്പോൾ അവരെ ശക്തിയായി ഈമാനിന്റെ ശക്തി കൊണ്ട് നേരിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഭീകരവാദമാണോ സുഹൃത്തുക്കളെ? തീവ്രവാദമാണോ സുഹൃത്തുക്കളെ? ചോദിക്കട്ടെ, പാകിസ്ഥാനിന്റെ സൈന്യം കാർഗിലിലേക്ക് കയറി വന്നാൽ ഇന്ത്യ രാജ്യം നോക്കി നിൽക്കുമോ? ഇന്ത്യ രാജ്യം തുരത്തുകയില്ലേ? അത് തുരത്തുന്നത് തീവ്രവാദമാണോ? ഒരിക്കലുമല്ല. രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ യുദ്ധമാണത്. ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ മുഴുവനും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങളാണ്. അല്ലാതെ നാലാള് കമ്മിറ്റി ഉണ്ടാക്കി ബോംബ് നിർമ്മിക്കുന്ന, നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടല്ല. നിയമം കയ്യിലെടുക്കുക എന്നത് ഒരു രാഷ്ട്രത്തിൽ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുമ്പോ നിയമം കയ്യിലെടുക്കുക എന്ന തീവ്രവാദ ശൈലി അത് ഇസ്ലാം അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ആ തീവ്രവാദം ഇവിടെ അംഗീകരിക്കുകയില്ല എന്ന നിർബന്ധത്തിന്റെ പേരിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് കേട്ടോ. തീവ്രവാദത്തിന് അംഗീകാരം കൊടുക്കാത്തത് കൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്. മുസ്ലിം ചെറുപ്പക്കാർ ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കണം. എങ്കിൽ നിങ്ങൾ വഴിതെറ്റി പോകൂല. അല്ലെങ്കിൽ നിങ്ങളെ വന്ന് തീവ്രവാദത്തിന്റെ ആശയങ്ങളെ കുത്തിവെച്ചിട്ട് ഖുർആനിനെ സംബന്ധിച്ച് വിവരമില്ലാത്ത, ഹദീസിനെ കുറിച്ച് വിവരമില്ലാത്ത, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര നിയമങ്ങൾ പഠിക്കാത്ത ഏതെങ്കിലും പുത്തൻവാദി ഖുർആൻ ഓതിയിട്ട് സ്വന്തം അർത്ഥം പറഞ്ഞ് ഖുർആനിന് അവന്റെ വകയിൽ സ്വന്തമായി വിവർത്തനം എഴുതി പരിഭാഷ എഴുതിയിട്ട് ജനങ്ങളെ ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോ അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകുന്നതിന്റെ കാരണം വിവരമില്ലാത്ത പുത്തൻവാദിയുടെ, പ്രത്യേകിച്ച് മൗദൂദി സാഹിബിന്റെ പുസ്തകങ്ങളും ഖുതുബാത്തും അതുപോലുള്ള പുസ്തകങ്ങളും വായിച്ച് സിമിയുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്ന് അങ്ങനെ തീവ്രവാദങ്ങളിലേക്ക് കടന്നുപോയവരെ നമുക്കറിയാമല്ലോ. എന്തേ കാരണം? ഖുർആൻ വേണ്ടതുപോലെ ഗ്രഹിച്ചില്ല. എന്താണ് ഇസ്ലാമിന്റെ ജിഹാദ് എന്ന് ഗ്രഹിച്ചില്ല. ഇസ്ലാമിന്റെ ജിഹാദ് അത് ശത്രുക്കൾ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാൻ വന്നപ്പോ ഇസ്ലാമിക രാഷ്ട്ര തലവനായ നബിയുടെ കീഴിൽ നടന്ന അതാ യുദ്ധങ്ങളാണ്. അത് അന്ത്യനാള് വരെ ഏത് രാഷ്ട്രത്തിനും അനിവാര്യമാണ്. ഇന്ത്യ രാജ്യം ധാരാളം സന്നാഹമൊരുക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്ത് ധാരാളം സൈന്യങ്ങളുണ്ട്, പട്ടാളമുണ്ട്. ഇന്ത്യ രാജ്യത്ത് ധാരാളം ആയുധങ്ങളുണ്ട്. പാകിസ്ഥാനിലുണ്ട്, അതുപോലെ അമേരിക്കയിലുണ്ട്, സർവ്വരാഷ്ട്രങ്ങളിലുമുണ്ട്. കാരണം ഏത് രാഷ്ട്രത്തിനും നിലനിൽക്കാൻ ആയുധം വേണം, ഏത് രാഷ്ട്രത്തിനും നിലനിൽക്കാൻ പട്ടാളം വേണം, ഏത് രാഷ്ട്രത്തിന്റെയും വ്യവസ്ഥിതി നിലനിർത്താൻ സംവിധാനം വേണം. അത് തീവ്രവാദമല്ല. മഹാനായ
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലം മക്കയിൽ ജീവിച്ച് പ്രബോധനം നടത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പച്ചയായി കൊന്നൊടുക്കുന്നത് അവിടുന്ന് കണ്ടില്ലേ? ആക്രമിക്കുന്നത് കണ്ടില്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് കല്ല് വെച്ച് ഉരുട്ടുന്നത് കണ്ടില്ലേ? എന്നിട്ട് അപ്പോഴെങ്ങാനും എവിടെയെങ്ങാനും വല്ല പ്രവർത്തനവും തിരിച്ച് അതാ ആക്രമണം ചെയ്ത കക്ഷികളോട് തിരിച്ചു വല്ലതും ചെയ്തത് ചരിത്രത്തിലുണ്ടോ? ഇല്ല. കാരണം അന്ന് ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തി ഭരണാധികാരിയായി അവരോധിക്കപ്പെട്ടിട്ടില്ല. മദീനയിലെത്തിയപ്പോൾ ഭരണാധികാരിയാണ്, ഒരു രാഷ്ട്രത്തലവനാണ്. ഇനി രാഷ്ട്രത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. രാഷ്ട്രം ഉൾക്കൊള്ളുന്ന സത്യം, അതിന്റെ വിശാലത ലോകത്തെല്ലാം എത്തിക്കണം. അതിനുവേണ്ടി രാഷ്ട്രത്തലവൻ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ബുഖാരി ഒരു അധ്യായം തന്നെ കൊടുത്തു. ബാബു അൽ ഇമാമു ജുന്നത്തുൻ യുഖാതലു മിൻ വറാഇഹി. ഒരധ്യായം ബുഖാരി. എന്താണത്? ഭരണാധികാരിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് യുദ്ധം. 4 ആള് കപ്പറ്റി ഉണ്ടാക്കിയിട്ട് യുദ്ധമല്ല, ഭരണാധികാരിയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ടാണ് പോരാട്ടം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ പിന്നിൽ നിന്നുകൊണ്ടുള്ള യുദ്ധം. പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ നിന്ന് ഭരണാധികാരിയാണ്. അങ്ങനെയല്ലാതെ 4 ആള് കമ്മിറ്റി ഉണ്ടാക്കി നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ലെന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ മുൻഗാമികളായ മഹാന്മാർ അതാ നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടിനെതിരെ ജീവൻ കൊടുത്തവരാണ്. തീവ്രവാദത്തിനെതിരെ ജീവൻ കൊടുത്തവരാണ് നമ്മുടെ നേതാക്കൾ. ഇസ്ലാമിന്റെ പേരിൽ ആരും തീവ്രവാദം കെട്ടിവെക്കണ്ട, മുസ്ലിമീങ്ങളെ ആരും തീവ്രവാദിയായി പ്രഖ്യാപിക്കണ്ട. ഇസ്ലാമിന് തീവ്രവാദം അറിയില്ല. ഇസ്ലാം തീവ്രവാദത്തിന്റെ കഠിന വിരുദ്ധമായ ചേരിയിലാണ് ഇസ്ലാമുള്ളത്, മുസ്ലിമീങ്ങളുള്ളത്, മുസ്ലിം പണ്ഡിതന്മാരുള്ളത്. ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കക്ഷികൾ, ഹദീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കക്ഷികൾ, ഖുർആൻ കാസെടുത്തിട്ട് വിവരമില്ലാത്ത ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരുടെ ദുഷ്ചെയ്തിക്കെതിരെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ കേട്ടോ. കാരണം ഖുർആൻ തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ ഓർക്കുക, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്താ സംഭവിച്ചത്? തീവ്രവാദികളെ ശക്തിയായി നേരിട്ടു, നിയമം കയ്യിലെടുക്കുന്നവരെ ശക്തിയായി നേരിട്ടു. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വന്നു? തല കൊടുക്കേണ്ടി വന്നു. എന്നാലും തിരക്കുള്ള തീവ്രവാദം അംഗീകരിക്കൂല. അങ്ങനെ സംഭവം അറിയോ? ചുരുക്കി ഞാൻ പറയാം, കേട്ടിട്ടില്ലേ നിങ്ങൾ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംശുദ്ധമായ ജീവിതം നയിക്കുന്ന മഹാനാ, മലക്കുകളെ ലജ്ജിക്കുന്ന അത്രയും ഹയാവുള്ള ഒരു മഹാനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച മഹാനാ. ഒന്ന് വഫാത്തായപ്പോ പിന്നെയും ആ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലത്ത് കൂഫയിലാണ്. ഞാൻ ഓർക്കുന്നു, അവിടെയുള്ള ജനങ്ങൾ വന്നിട്ട് അവിടുത്തെ ഗവർണർക്കെതിരെ കംപ്ലൈന്റ് ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഗവർണറെ മാറ്റിത്തരണം. അങ്ങനെ ഗവർണറെ മാറ്റാൻ വേണ്ടി കത്ത് എഴുതി കൊടുത്തു. മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി നിശ്ചയിച്ചു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനെ. എന്നിട്ട് കത്ത് കൊടുത്തയച്ചു, നിങ്ങളെ നിശ്ചയിച്ചു, അദ്ദേഹത്തോട് സ്ഥാനം ഒഴിയാൻ പറഞ്ഞു. മുഹമ്മദ് നബി ബക്കർ റളിയല്ലാഹു അൻഹു പോകുമ്പോ വഴിക്ക് വെച്ച് ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ഒരടിമ അങ്ങനെ പോകുന്നുണ്ട്. അടിമനെ വിളിച്ച് അങ്ങനെ ഒരു സംശയാസ്പദമായ ദൃഷ്ടിയിൽ കണ്ടപ്പോൾ വിചാരണ ചെയ്തു. അദ്ദേഹത്തെ പരിശോധിച്ച് നോക്കിയപ്പോ അടിമന്റെ കയ്യിൽ ഒരു കത്ത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം എന്താ കത്ത്? കത്തിലുള്ളത് മുഹമ്മദ് ഇബ്നു അബീ ബക്കർ എന്ന പുതിയൊരാള് ഗവർണറാണെന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ നിയോഗിച്ചതാണെന്ന് പറയും. അയാൾ വന്നാൽ അയാൾ കൊണ്ടുകളാണ്. കത്ത് ആരുടെ പേരിലാകത്ത്? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിലാകത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഒരു കത്ത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞയച്ച മുഹമ്മദ് നബി ബക്കറിനെ കൊന്നുകളയുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ കത്തയച്ചതായിട്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഈ കത്ത് കിട്ടിയപ്പോൾ മുഹമ്മദ് നബി ബക്കർ റളിയല്ലാഹു അൻഹു രോഷാകുലനായി. കൂടെയുള്ള രോഷാകുലനായി. അത്ര വലിയ വഞ്ചന നടത്തി. ഉസ്മാൻ എന്നെ അങ്ങോട്ട് പറഞ്ഞേക്കാരനെ കൊന്നുകളണമെന്ന് കത്തും കൊടുത്തേക്ക. അവരങ്ങനെ തന്നെ രോഷാകുലനായി മദീനയിൽ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എന്തു ചെയ്യണം? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ സഹാബികൾ വന്ന് ഈ കത്തുമെടുത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ? മുഹമ്മദ് ഇബ്നു അബീ ബക്കറിനെ കൊല്ലണമെന്ന് കത്ത് കൊടുത്തിട്ടുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഞാനങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടില്ല.
ഞാനങ്ങനെ കത്ത് എഴുതിയിട്ടില്ല. ഇത് നിങ്ങളെ കടലാസല്ലേ? കടലാസല്ലേ? ഈ കത്ത് കൊണ്ടുപോയ അടിമ നിങ്ങളതല്ലേ? അടിമ എന്റെ. കൊണ്ടുപോയ വാഹനം നിങ്ങളതല്ലേ? വാഹനം എന്റെ. കത്ത് ഞാൻ എഴുതിയതല്ല. കത്ത് ഞാൻ എഴുതിയതല്ല. വല്ലാഹി സത്യം, ഞാൻ കത്ത് എഴുതിയിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സത്യം ചെയ്തപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും കള്ള സത്യം ചെയ്യൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. കള്ള സത്യം ചെയ്യുന്ന ആളല്ല. നിങ്ങളൊക്കെ സമാധാനത്തോടെ പിരിഞ്ഞു പോകണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശം ഒരു കൂട്ടർ കേട്ടില്ല. തീവ്രവാദമായിട്ടുള്ള ഒരു കൂട്ടരുണ്ട്. അവർ കേട്ടില്ല. അലി റളിയല്ലാഹു അൻഹു ഉപദേശം കേട്ടില്ല. അവർ ഞങ്ങളങ്ങനെ പിരിഞ്ഞു പോകൂല. പിന്നെ ആ കത്ത് ആരാണെന്ന് മനസ്സിലാവും. അങ്ങനെ കത്തിന്റെ കയ്യക്ഷരം പരിശോധിച്ചു. കയ്യക്ഷരം പരിശോധിച്ചു നോക്കുമ്പോൾ ആ കയ്യക്ഷരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റേതല്ല, മർവാന്റെ കയ്യക്ഷരം. മർവാനാണ്. മർവാൻ എവിടെ? മർവാനെ സംബന്ധിച്ച് അന്വേഷണം. മർവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിനുള്ളിലുണ്ട്. മർവാൻ, ഈ കത്തയച്ച മർവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിനുള്ളിലുണ്ട്. ഈ തീവ്രവാദികളായ ആളുകൾ എന്ത് പറഞ്ഞു? ഉസ്മാൻ മർവാനെ പുറത്തു വിട്ടു. മർവാനെ ഇറക്കി പുറത്തേക്ക്, ഞങ്ങളൊന്ന് കൈകാര്യം ചെയ്യട്ടെ. മർവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് സമ്മതിക്കില്ല. എന്തേ? നിയമം കയ്യിലെടുക്കാൻ പാടില്ല. നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് പാടില്ല. പിന്നെ ഞാൻ ഭരണാധികാരിയാണ്. മർവാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും. എന്നിട്ട് വിസ്താരം നടത്തും, സാക്ഷി വിസ്താരം നടത്തും, തെളിവ് പരിശോധിക്കും. മർവാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നടപ്പാക്കും. അത് ഈ ഭരണകൂടം പ്രവർത്തിക്കും. അതേ സമയത്ത് ഭരണാധികാരി ആ നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അയാളെ പേരിൽ നിയമം നടപ്പാക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ഇങ്ങനെ സംഘടിച്ചിട്ട് വന്നാൽ അങ്ങനെ വിട്ടുതരാൻ ഉസ്മാൻ തയ്യാറല്ല. തീവ്രവാദികൾ കടിമപ്പെട്ടില്ല. അപ്പോഴവരെന്ത് ചെയ്തു? എന്നാൽ ഉസ്മാനെ തന്നെ കൊല്ലണം. തീവ്രവാദത്തിന് അംഗീകാരം കൊടുക്കാത്തതുകൊണ്ട് നിയമം കയ്യിലെടുക്കാൻ ഈ സംഘടിച്ചു വന്ന ഗ്രൂപ്പിന് അനുമതി കൊടുക്കാത്തതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലണമെന്ന് അവർ തീരുമാനിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളഞ്ഞു. ഏത് തീവ്രവാദിന്റെ ഹാലിങ്ങനെ? തീവ്രവാദത്തിന് അംഗീകാരം കൊടുക്കുന്നില്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രസംഗിച്ച മൊയ്ലിയാർ എന്താക്കാൻ പറ്റൂല. പിന്നെ അപ്പൊ ഞങ്ങളിങ്ങനെ സംഘടിച്ചതിന് കാലം ഉണ്ടാവില്ല. പിന്നെ അതിനെതിരെ പറഞ്ഞവര് എന്ത് ചെയ്യാൻ കഴിയൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ തീരുമാനിച്ച് വീട് വളഞ്ഞ കക്ഷികൾ, സുബ്ഹാനല്ലാഹ്, ഞാൻ ചുരുക്കി പറയുന്നു, അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ സംരക്ഷണത്തിന് ആളെ ഏർപ്പെടുത്തി. ജുമാക്കും ജമാഅത്തിനും പോകാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തീവ്രവാദികൾ അനുവദിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അവരൊന്നും സ്വീകരിച്ചില്ല. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ അതാ കാവൽ നിൽക്കുന്ന ഹസൻ റളിയല്ലാഹു അൻഹു അറിയാതെ മേൽഭാഗത്ത് കൂടി അവരൊരു ദിവസം രാത്രിയിൽ അതാ പതിഞ്ഞ് കയറി. സുബഹിന്റെ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന്റെ മുന്നിൽ മൂന്നാളെത്തി. അതിലൊന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അവിടെ എത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ താടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് പിടിച്ചു. നിങ്ങൾ ഓർക്കണം, അപ്പോൾ ഭാര്യ പുറത്ത് കരയാണ്. ഭാര്യ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭാര്യ കരയണ്ട, പെണ്ണേ നീ കരയണ്ട. ഞാൻ ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഉസ്മാനെ നാളത്തെ നോമ്പ് തുറ എന്റെ കൂടെയാണെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ കരയേണ്ടതില്ല. എനിക്ക് റസൂലുള്ളാഹിന്റെ കൂടെ നോമ്പ് തുറക്കാനെത്തണം. പകൽ സമയത്ത് നോമ്പും രാത്രി ഖുർആനോത്തുമാക്കി കഴിച്ചുകൂട്ടിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു താടി പിടിച്ചു വലിക്കുന്ന മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ബാപ്പ അബൂബക്കർ എങ്ങാനും നീ എന്റെ താടി പിടിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ അബൂബക്കർ പൊരുത്തപ്പെടൂല കേട്ടോ. അതൊക്കെ പറഞ്ഞപ്പോൾ മുഹമ്മദ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ നല്ല വിശ്വാസവും ചിന്തയും പൊരുത്തപ്പെടിക്കാനുള്ള മനസ്സും അല്ലാഹ് അങ്ങ് കൊടുത്തു. ഉടനെ തന്നെ താടി വിട്ടിട്ട്, എനിക്ക് മാപ്പാക്കണേ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാണ്, എനിക്ക് മാപ്പാക്കണേ എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞു. മുസ്ലിമീങ്ങളെ, നിങ്ങൾ ഇവിടെ ചിന്തിക്കണം. മഹാന്മാരുടെ പേര് പറഞ്ഞാൽ, മഹാന്മാരുടെ ബഹുമാനം പറഞ്ഞാൽ അവിടെ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടും.
മഹാന്മാരെ ചരിത്രം പറഞ്ഞാൽ, മഹാന്മാരെ പേര് പറഞ്ഞാൽ അവിടെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും. അതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം അങ്ങ് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് ഇബ്നു അബീ ബക്കറിന്റെ ഹൃദയത്തിൽ ഹിദായത്തിന്റെയും തെറ്റിദ്ധാരണ നീങ്ങാനുള്ള നല്ല മനസ്സ് കിട്ടിപ്പോയി. മഹാന്മാരെ പറയുന്ന സ്ഥലത്ത് റഹ്മത്തും ബറക്കത്തും ഇറങ്ങും കേട്ടോ. അത് പുത്തൻവാദിക്ക് മനസ്സിലാകാത്തത് ഖൽബിന്റെ ഉള്ളിൽ ചിന്തയായി പോയത് കൊണ്ടാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞപ്പോ മകന്റെ തെറ്റിദ്ധാരണ നീങ്ങി മാപ്പ് ചോദിച്ചു. മാത്രമല്ല മഹാനവറുകൾ മറ്റുള്ളവരോട് കൂടി നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്യരുത് എന്ന് പറയുന്ന കക്ഷിയായി മാറി. പക്ഷേ കയറി വന്ന ഒരാൾ കടുത്ത തീവ്രവാദിയാണ്. അയാൾ ഒറ്റപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. എന്തിനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കിയോ? മർവാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു വിഭാഗം ആളുകൾക്ക് ബോധ്യപ്പെട്ടപ്പോ ആ കക്ഷികൾ ഇസ്ലാമിന്റെ ഭരണം നടത്തുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണത്തിന്റെ കീഴിൽ കോടതിയിൽ ഹാജരാക്കി മർവാനിനെ വിചാരണ ചെയ്ത് ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വിട്ടുതരണം മർവാനിനെ എന്ന് തീവ്രവാദി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടപ്പോ നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അനുവാദം കൊടുത്തുകൂടാ. ഭരണ വ്യവസ്ഥിതി അനുസരിച്ച് ഭരണം നടക്കണം എന്ന നിലക്ക് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സത്യത്തിൽ ഉറച്ചു നിന്ന് തീവ്രവാദികൾക്കെതിരെ സത്യത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ തലവെട്ടിപ്പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളെ എനിക്ക് പറയാനുള്ളത്, ഒരു രാജ്യത്ത് നടക്കുന്ന ഭരണം, ആ ഭരണ വ്യവസ്ഥിതിയിൽ രാജ്യത്തുള്ള ഭരണാധികാരികൾ ഭരണം നടത്തുമ്പോ അവര് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് കണ്ടാൽ നമുക്ക് ഭരണഘടനയെ അനുസരിക്കുന്ന വിധത്തിൽ നമുക്ക് അവരോട് പ്രതിഷേധം അറിയിക്കാം, നമ്മുടെ കാര്യങ്ങൾ പറയാം, മെമ്മോറാണ്ടം കൊടുക്കാം, ധർണ നടത്താം, അങ്ങനെ തുടങ്ങി നിയമം അംഗീകരിക്കുന്നതൊക്കെ ചെയ്യാം. അതേസമയത്ത് നിയമം കയ്യിലെടുത്തുകൊണ്ട് അവനവൻ ബോംബ് നിർമ്മിക്കുകയും അവനവൻ തീ വെക്കുകയും അവനവൻ തന്നെ ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന ഏർപ്പാടിന് സമൂഹം തുനിഞ്ഞാൽ അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, ഏത് പാർട്ടിക്കാരനാകട്ടെ, പാർട്ടി ഇല്ലാത്തവനാകട്ടെ, അവൻ നാശകാരിയാണ് കേട്ടോ. അവനെ കൊണ്ട് ലോകത്തൊരിക്കലും സമാധാനമുണ്ടാക്കാൻ കഴിയില്ല. നാശം ഒന്നിനു മേലെ ഒന്നായി 10 മടങ്ങ് വർദ്ധിക്കുകയല്ലാതെ സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ, ഓ മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. ഭരണാധികാരികളെ അനുസരിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം, റസൂലുള്ളാഹിനെ അനുസരിക്കണം, ഭരണത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞതിന്റെ തത്വം ഇതാണ്. വലൗ കാന അബ്ദൻ ഹബശിയ്യാ, ഒരു നീഗ്രോ അടിമയാണെങ്കിലും ഒരാളെ ഭരണരംഗത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടാൽ അദ്ദേഹത്തെ അനുസരിക്കണമെന്ന് പറഞ്ഞത് വെറുതെയല്ല. സമാധാനം നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. ഇത് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു, വീട്ടിൽ സംസാരിക്കുന്നില്ല. ഇനി നിങ്ങളോട് പറയാനുള്ളത് ഭൗതികമായ സമാധാനം. എന്നാൽ ഏറ്റവും വലിയ സമാധാനം അത് മനുഷ്യന് മനസ്സിലുണ്ടാകുന്ന സമാധാനം. അത് എത്ര തീവ്രവാദി ഉണ്ടായാലും ഏത് ഭീകരവാദി ഉണ്ടായാലും മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. അതാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. കുറഞ്ഞ സമയം കൊണ്ട് അതും കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ഇവിടെ സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോൺഗ്രസിന്റെ 20ാം വാർഷിക സമ്മേളന പ്രചരണത്തിനുള്ള പരിപാടിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതിന്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഇയാള് സിറാജുൽ ഹുദ സ്ഥാപിച്ചുണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് പ്രചരണ പരിപാടി സിറാജുൽ ഹുദയെ പറ്റി ഒന്നും പറഞ്ഞില്ലെന്ന്. സിറാജുൽ ഹുദയെ പറ്റി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. സിറാജുൽ ഹുദയെ സംബന്ധിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. സിറാജുൽ ഹുദയെ പറ്റി എന്ത് പറയാനാണ്? നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീൻ അത് പ്രചരിപ്പിക്കാനാണ് സിറാജുൽ ഹുദ. അല്ല, സിറാജുൽ ഹുദക്ക് 32ഓളം കെട്ടിടങ്ങളുണ്ട് പല സ്ഥലത്തായിട്ട്. മദ്രാസിൽ അതിനേക്കാളും കൂടുതൽ കെട്ടിടങ്ങൾ. എത്ര കെട്ടിടങ്ങൾ അവിടെ കാര്യം. സിറാജുൽ ഹുദ അതിന് കീഴിൽ കുറെ കുട്ടികൾ, 8000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ പഠിക്കുന്ന എത്രയോ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ വേറെ.
നമ്മുടെ വിഷയം നമ്മുടെ വിഷയം സിറാജുൽ ഹുദ. സിറാജ് എന്ന പേരും അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് അതിന്റെ ബർക്കത്ത് കിട്ടാൻ വേണ്ടി കൊടുത്തതാ. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാജ് മുനീറാണ്. അതേ പ്രശോഭിതമായ വിളക്കാണ്, വെളിച്ചം വിതരണം ചെയ്യുന്ന വിളക്കാണ്. അത് അൽ ഹുദ എന്ന സന്മാർഗത്തിന്റെ വെളിച്ചമാണ്. അതാണ് സിറാജുൽ ഹുദ, സന്മാർഗ ദീപം. സന്മാർഗത്തിന്റെ വെളിച്ചം കൊടുക്കാൻ എന്തിന് കുറ്റ്യാടിയിലും പരിസരങ്ങളിലും വലിയ തീവ്രവാദ പ്രവർത്തനം നടന്നു. സുബ്ഹാനല്ലാഹ്, നൂറ്റാണ്ടുകൾ മുസ്ലിമീങ്ങൾ ആരാധിച്ച കുറ്റ്യാടി വലിയ ജമാഅത്ത് പള്ളി, അവിടെ അറബിയിലുള്ള ഖുതുബയായിരുന്നു. അതൊരു ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് ബർബത്തേറിയിട്ട് പച്ചമലയാളത്തിലാക്കി മാറ്റി ഖുതുബ ഓതാൻ വേണ്ടി വന്ന നേരത്തെ കുഞ്ഞബ്ദുള്ള മുസ്ലിയാരെ പിടിച്ച് കൈകൊണ്ടതാ പിടിച്ചങ്ങോട്ട് മാറ്റി മഹാസറ വിളിക്കാൻ വേണ്ടി വന്ന മൊയ്‌നി മുസ്ലിയാരോട് നിർത്തടാ മഹാസറ കൊടുക്കടാ ബാങ്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് മക്കയിലും മദീനയിലും നടക്കുന്നത് പോലെ 2 ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമാ മുമ്പത്തെ വെള്ളിയാഴ്ച നടന്നു. പക്ഷേ 950 പെട്ടെന്നതാ ഒറ്റ ബാങ്കുള്ള ജുമാ. മലയാളത്തിലുള്ള പ്രസംഗം, മീറ്റിംഗ്, നിസ്കാരമില്ല, ഖുതുബയില്ല, മീറ്റിംഗും പ്രസംഗവുമായി. അതോടുകൂടെ തന്നെ 2 ബാങ്ക് പോയി. തറാവീഹ് 20 മക്കയിലും മദീനയിലും ഇന്നുമുണ്ട്, അന്നുമുണ്ട്. പക്ഷേ ആ 20 ചുരുക്കി 8ആക്കി. സുബ്ഹാനല്ലാഹ്, തൊട്ടടുത്തുള്ള ഒരു വലിയ മഖ്ബറ 1964 പച്ചാപ്പകലിൽ പൊളിച്ചങ്ങ് നീക്കി മഖ്ബറയങ്ങ് തകർത്തു. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ പള്ളിയും മഖ്ബറയും മഹല്ലത്തും പിടിച്ചടക്കിയ കുറ്റ്യാടിയും പരിസരങ്ങളും 11 പ്രദേശങ്ങളിൽ അറബിയിൽ പോകുന്ന പള്ളിയില്ല. 11 സ്ഥലങ്ങളിൽ 2 ബാങ്കുള്ള ജുമഅയില്ല. മക്ക മദീന പോലെ തറാവീഹില്ല. സുബ്ഹാനല്ലാഹ്, അറബിയിൽ പഠിപ്പിക്കുന്ന മദ്രസകളില്ല. ഈ വേദന കണ്ടപ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖവലല്ലാഹു അംറഹു ബിസ്സഹത്തി വൽ ആഫിയ ഉള്ളാൾ തങ്ങളുടെ ശിഷ്യനായ എന്റെ പുല്ലൂക്കര ഉസ്താദിന്റെ സമ്മതത്തോടെ, തങ്ങളവരുടെ സമ്മതത്തോടെ, എന്റെ ഗുരുവര്യരായ കാന്തപുരം ഉസ്താദിന്റെ ഉപദേശത്തോടെ, അങ്ങനെയുള്ള ആലിമീങ്ങളുടെ മഹാന്മാരുടെ പൊരുത്തത്തോടെ ഈ 19 സെന്റ് സ്ഥലം കടം വാങ്ങിയിട്ട് 19 സെന്റ് സ്ഥലം സംഘടിപ്പിച്ചു. അവിടെ ഓലശെട്ടി കെട്ടി മദ്രസ തുടങ്ങി. ഓലശെട്ടിൽ ജുമാ തുടങ്ങി. ഓലശെട്ടിൽ ദർസ് തുടങ്ങി. ദർസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ കിതാബ് എടുത്തിട്ട് ഞാൻ കുട്ടികളെ ഓടുന്നത് നിങ്ങൾക്ക് സീഡിയിൽ കാണാം. സിറാജുലുള്ള ചരിത്രവും വർത്തമാനവും എന്ന സീഡി നിങ്ങളൊക്കെ കണ്ടു നോക്കണം. ഓലശെട്ടിൽ വെച്ച് കുത്തുപോകുന്നത് നിങ്ങൾക്ക് കാണാം. ഓലശെട്ടിൽ വെച്ച് തന്നെ ദർസ് നടത്തുന്നതും മദ്രസ നടത്തുന്നതും കാണാം. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് 20 വർഷത്തിനിടയിൽ 54 പള്ളി അല്ലാഹു ഉണ്ടാക്കാൻ അവസരം തന്നു. 25 മദ്രസ ഉണ്ടാക്കാൻ അല്ലാഹു അവസരം തന്നു. അതിന്റെ പുറമെ അൽഹംദുലില്ലാഹ് ഉറുദുക്കാരായ ഹരിയാനയിലും ഗുജറാത്തിലുമൊക്കെയുള്ള ചെറിയ മക്കൾ ഉറുദു ഭാഷയിൽ അവർക്ക് ദീന് പഠിപ്പിക്കുന്നു. ഉറുദു കോളേജ്, അതിന് ഹനഫി മദ്ഹബുകാരായ ധാരാളം പണ്ഡിതന്മാർ അവിടെ ദർസ് നടത്തുന്നു. ശരീഅത്ത് കോളേജിൽ അൽഹംദുലില്ലാഹ് ഷാഫി മദ്ഹബുകാരായ പണ്ഡിതന്മാർ ശരീഅത്ത് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ദർസ് നടത്തുന്നു. തമിഴ്നാട്ടുകാരായ കുട്ടികൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട് അവിടെ. കർണാടകക്കാര് പഠിക്കുന്നുണ്ട്, ലക്ഷദ്വീപുകാര് പഠിക്കുന്നുണ്ട്, കേരളത്തിലെ നൂറുകണക്കിന് കുട്ടികൾ വേറെ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ദേവാ കോളേജിൽ PG എടുക്കുന്നു. അതോടുകൂടെ പണ്ഡിതന്മാരാകുന്നു. വനിതാ കോളേജ് അപ്പുറത്ത് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സയൻസ് കോളേജ് ആരംഭിച്ചിരിക്കുന്നു. 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നു. 8 സ്കൂളിലും കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠനം കൊടുക്കുന്നു. അവർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. അഗതികളായ ധാരാളം കുട്ടികൾ താമസിച്ചു പഠിക്കുന്നു. 600 കുട്ടികൾ താമസിച്ചു പഠിക്കുന്നു. 8000-ഓളം കുട്ടികൾ മൊത്തത്തിൽ പഠിക്കുന്നു. അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ 20 കൊല്ലത്തിലേക്ക് തന്നു. ഇതൊന്നും എന്റെ കഴിവല്ല. വസാലിമാമി പറഞ്ഞു, പെന്നുകൊണ്ട് ഒരാൾ ഇങ്ങനെ എഴുതുമ്പോ നിബ് കൊണ്ടാണ് എഴുതുന്നത്. ഉറുമ്പ് വിചാരിക്കുന്ന നിബാണ് എഴുതുന്നത്. എഴുതുന്നത് നിബല്ല. നിബിന്റെ പിന്നിൽ പെണ്ണുണ്ട്, പെണ്ണിന്റെ പിന്നിൽ കൈയുണ്ട്, അതിന്റെ പിന്നിൽ ശരീരമുണ്ട്, മനുഷ്യരുണ്ട്, അതിന്റെ ഒക്കെ പിന്നെ അള്ളാഹുണ്ട്. ഞാൻ നിബാണ്. എഴുതിയത് നിബല്ല. എഴുതുന്നതിന്റെ പിന്നെ അല്ലാഹുവാണ്. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, തടയുന്നവൻ ഒന്നേ ഉള്ളൂ, അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, വലിയവൻ ഒന്നേ ഉള്ളൂ. അവനാണ് അല്ലാഹു അക്ബർ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ നിഅമത്ത് ചെയ്തു. ഇവിടെ വന്നപ്പോ നേരത്തെ സലീം സിറാജ് ഹുസൈൻ നിങ്ങൾ കേട്ടു. ഇവിടുത്തുകാരനായ തമിഴ്നാട്ടുകാരനായ ഒരാള്
1-2 ലക്ഷം ഉറുപ്പിക ഒരു നിലക്കും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ചതാണ്. നമ്മുടെ മഖ്ബൂൽ ഹാജി അദ്ദേഹത്തോട് പറഞ്ഞു, സിറാജുലേക്ക് നേർച്ച. അയാൾക്ക് സിറാജുലൊന്നും അറിയില്ല. 250 ഉറുപ്പിക മഖ്ബൂൽ ഹാജിന്റെ നേർച്ച. ഒരാഴ്ച പൈസ അദ്ദേഹം ഈ സദസ്സിനോട് നേരത്തെ ചൂണ്ടിക്കാണിച്ചു. അങ്ങനത്തെ എത്ര അത്ഭുതങ്ങൾ അല്ലാഹു തആല തന്നു ആ സ്ഥാപനത്തിൽ. എനിക്കറിയാം, കാസർഗോഡ് അബ്ദുൽ കരീം ഉണ്ട്. അയാളെ അനുജന് കസബിൽ ഒമാനിൽ ജോലിയാണ്, ബിസിനസ്. വലിയൊരു എമൗണ്ട് ഒരു അറബിക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്തതാണ്. അറബി വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്ത് വൈകുന്നേരം പൈസ തരാന്ന്. അറബിയുമില്ല, വിസിറ്റിംഗ് കാർഡുമില്ല, ആളുമില്ല, ഫോൺ ചെയ്തൊക്കെ കൊടുക്കുന്നില്ല. അല്ലാതെ വിഷമിച്ചു. അബ്ദുൽ കരീമിനെ വിളിച്ച് പറഞ്ഞു, അബ്ദുൽ കരീമിന്റെ ഉമ്മക്ക് വലിയ അസുഖം ഉണ്ടായിട്ട് 5000 രൂപ നേർച്ചയാക്കി. ക്യാൻസർ രോഗം മറ്റൊക്കെ വലിയ എന്തോ രോഗമായിരുന്നു. അൽഹംദുലില്ലാഹ് മാറിപ്പോയതാണ്. അബ്ദുൽ കരീം പറഞ്ഞു, സിറാജുലേക്ക് തലേന്ന് രാത്രി നേർച്ചയാക്കി. രാവിലെ സുബഹിക്ക് ഇയാൾ ഉറച്ചു കഴിഞ്ഞ് വരുമ്പോണ്ട് ഈ അറബി വിറച്ചോണ്ട് വരുന്നു. പൈസ മുഴുവൻ അങ്ങനത്തെ 1000 അത്ഭുതങ്ങൾ അല്ലാഹു ആ സ്ഥാപനത്തിനൊന്നും വെറുതെന്നതല്ല, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ നാദാപുരത്ത് ഒരു മൗലവിയുടെ ഇടയ്ക്ക് വന്ന് പാട്ട് പാടുന്നൊരു മൗലവി 10 മാസം മുമ്പ് വന്ന് പാട്ടുപാടിപ്പോയി. ഇപ്പൊ 2ാമത് വന്ന് പാട്ടുപാടി. ഇൻഷാ അല്ലാഹ് 7-ാം തീയതി 8-ാം തീയതി ഞാനിവിടെ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മൗലവി എന്ത് ചെയ്യുന്നറിയോ, ഞാൻ ഏത് സാധിച്ചാലും എനിക്ക് നേർച്ച പൈസ ഇങ്ങനെ കൊടുത്തു ആൾക്കാർ. സിറാജുലേക്ക് അങ്ങനെ എനിക്ക് നേർച്ച പൈസ കൊടുത്ത് കീശയിലിടാൻ വേണ്ടി പറയുന്നത് ഈ മൗലവി എന്ത് ചെയ്തു കാണിച്ചു. സ്പീഡിലെടുത്തിട്ട് ആള് സ്പീഡിൽ കണ്ടോ, പേരോടൊക്കെ കീശയെ പൈസ ഇടാൻ പറയാണ്. പൈസ വരുന്നത് ആ കണ്ണിൽ സുർമടാനാ പറയുന്നത്. എന്തിന് സിറാജിലേക്ക് കിട്ടുന്ന മുടക്കാനെടുത്ത പണിയാണ്. അൽഹംദുലില്ലാഹ് അയാൾ വരുന്ന 2 ലക്ഷം രൂപ മാസത്തിൽ നേർച്ചുണ്ടാക്കി. അയാൾ 7 പ്രാവശ്യം വന്നപ്പോ അൽഹംദുലില്ലാഹ് ഇപ്പോ 7 ലക്ഷം രൂപ മാസത്തിൽ നേർച്ച കിട്ടും. 8ാമത്തെ പ്രാവശ്യം വന്നുകൊണ്ട് ഇനി അത് 8ആവും ഞാൻ വിചാരിക്കില്ല. അങ്ങനെ അല്ലാഹു തആല ബർക്കത്ത്. സുന്നികളും സുന്നികളല്ലാത്തവരൊക്കെ നേർച്ചയാക്കുന്നുണ്ട്. ഇപ്പൊ സുന്നി അല്ലാത്തവർ നേർച്ചയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. പലർക്കും വലിയ പലവും കൊടുത്തിട്ടുണ്ട്. ചിലർ നേർച്ചയാക്കിയിട്ട് സുന്നി ആയവരും ഖത്തറിലുണ്ട്, അതുപോലെ ദുബായിലുണ്ട് നേർച്ചയാക്കിയിട്ട് സുന്നി ആയി. അങ്ങനെ അല്ലാഹു വലിയ ബർക്കത്ത് ആ സ്ഥാപനത്തിൽ. ഞാൻ പറഞ്ഞത് ആ സ്ഥാപനത്തിന്റെ 20ാം വാർഷിക സമ്മേളനത്തിൽ ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്തും. അതിന് മുമ്പ് പറയാണ്, എല്ലാവരും വരണം സമ്മേളനത്തിൽ എന്ന് തന്നെ പറയാം. കാരണം അതിന് വിഷയമൊന്നും പെട്ടാലും മദ്രാസിൽ വരാണ്. ദുബായിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞ് വരാൻ പറ്റുന്നവർ വരണമല്ല. ഇവിടെ അങ്ങനെ കഫീലിനെ പേടിക്കേണ്ടതൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും വരണം. പ്രത്യേകിച്ച് ഞാൻ പറയാം, സമ്മേളനത്തിൽ ട്രെയിനിൽ ഒരു കമ്പാർട്ട്മെന്റ് അല്ലെ 2 കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ട് ഒന്നായിട്ടില്ല. അത് സംഘടിപ്പിക്കാൻ നമ്മുടെ ഇവിടെ CSOന്റെ പ്രവർത്തകന്മാര് അതിന് തയ്യാറായ. അപ്പൊ എല്ലാവരും അതിൽ പങ്കെടുക്കും. അവർ ടിക്കറ്റൊക്കെ കാത്തുന്നത് അല്ലാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സാഫിയത്ത് കൊടുക്കും. അങ്ങനെ എല്ലാവരും സമ്മേളനത്തിൽ വലിയൊരു സന്തോഷമാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു തആല വലിയ നിഅമത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു സ്ഥലത്ത് പോയി സിറാജുലിനെ പറ്റി കൂടുതൽ പ്രസംഗിക്കാറില്ല. കാരണം അത് പറയേണ്ടതില്ല. അല്ലാഹു തആലയാണ് നോക്കുന്നത്, ഞാനല്ല. എനിക്കതിലൊരു അധികാരവുമില്ല, എനിക്കൊന്നും കൊടുക്കാനും കഴിയില്ല. 21 കൊല്ലമായിട്ട് കുട്ടിയില്ലാത്ത അബ്ദുറഹീം മുല്ലൂക്കര എന്നോട് കുട്ടികളില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ദിക്ർ എഴുതി കൊടുത്തു. അൽഹംദുലില്ലാഹ് അതോടുകൂടി അയാൾ നേർച്ചയാക്കി. ഇപ്പൊ അയാളെ ഭാര്യ ഗർഭിണിയാണ്. കഴിഞ്ഞ റമദാനിൽ ദുബായിൽ പോയി അബുദാബിയിൽ നിന്ന് ഞാൻ എനിക്ക് കൊടുക്കാൻ കഴിയും. എനിക്ക് ഒരൊറ്റ കുട്ടീനെ കൊടുക്കാൻ കഴിയില്ല. എനിക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയും, ആർക്കെങ്കിലും കഴിയും, അല്ലാഹുവിന് മാത്രമേ കഴിയൂ. അപ്പൊ അല്ലാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവരും കൊടുക്കുന്നവരും തടയുന്നവരും. ആ ഉറപ്പിന്റെ മേലെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് സിറാജുലിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല. അല്ലാഹു വലിയ നിഅമത്ത് തന്നിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യം ശരിയാക്കേണ്ടതുണ്ട്. സിറാജുലിക്ക് വരുമാനങ്ങളൊന്നുമില്ല. നേർച്ച പൈസ ഒരു വരുമാനമായിട്ട് പറയാൻ പറ്റില്ല. അതേസമയം ഒന്നും വരുമാനത്തിന് കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും ഒന്ന് വരുമാനത്തിൽ ഉണ്ടാക്കണം. കാരണം 20 ലക്ഷം ഉറുപ്പിക സിറാജുലിയുടെ ദൈനംദിന പ്രവർത്തനത്തിന് മാസത്തേക്ക് ചെലവിന് വേണം. ഞാൻ 7 ലക്ഷം രൂപ നേർച്ച വിചാരിച്ചോണ്ട് എന്റെ കീശയെ പൈസ കെട്ടിക്കിടക്കുന്നു ആരും വിചാരിക്കണ്ട. 20 ലക്ഷം രൂപ ചെലവിന് വേണം. 600ഓളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം. 600ഓളം സ്റ്റാഫ് ഉണ്ട്, അവർക്ക് ഭക്ഷണവും ശമ്പളവും കൊടുക്കണം. അൽഹംദുലില്ലാഹ് എനിക്ക് അല്ലാഹു വലിയ നിഅമത്ത് തന്നിട്ടുണ്ട്. 5 പൈസ ഇനി വരെ ഞാൻ ശമ്പളം പറ്റിയില്ല. എനിക്ക് അല്ലാഹു ഒരു വേഷം കൊണ്ട് തന്നിട്ടില്ല. എനിക്ക് യാത്ര പോകാൻ വേണ്ടി ഇപ്പൊ അടുത്ത് ഒരാൾ ഏറ്റവും നല്ലൊരു വണ്ടി സ്വന്തത്തിൽ ഒരാൾ വാങ്ങിക്കുന്നു. മലപ്പുറം ജില്ലക്കാരൻ. അല്ലാഹു സ്വർഗത്തിലേക്ക് വാഹനം കൊടുക്കുന്നു, സ്വന്തം വാങ്ങിക്കുന്നു. എനിക്കൊരു പ്രയാസം അല്ലാഹു തആല. ഞാൻ 5 വയസ്സ് വരെ ശമ്പളവും പറ്റിയിട്ടില്ല. എനിക്ക് അല്ലാഹു നല്ല നിഅമത്ത്. ഞാൻ പറഞ്ഞു വരുന്നത് വലിയ ബറക്കത്തുള്ള സ്ഥാപനമാണ് സിറാജുൽ. അതിന് ഒരു സ്ഥിര വരുമാനത്തിന് ചെറിയ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ 10 കോടി രൂപയുടെ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 10 കോടി രൂപയുടെ പരിപാടി. 10 കോടി രൂപയ്ക്ക് വലിയ വരുമാനമൊന്നും കിട്ടൂല. 20 ലക്ഷം ഒന്നും ഉണ്ടാവില്ല.
എന്നാലും ചെറിയതെന്തെങ്കിലും ചെയ്യണം വിചാരിച്ചു തുടങ്ങിയതാണ്. അതിന് കുറ്റ്യാടിയിൽ തന്നെ 70 സെന്റ് സ്ഥലം റോഡിന്റെ ഹൃദയഭാഗത്ത് 1 സെന്റിന് 3.5 ലക്ഷം രൂപ ആവറേജ് വരുന്ന സ്ഥലം ഇന്ന് വിചാരം 10 ലക്ഷം കിട്ടും. ഞാൻ കുറച്ചു മുമ്പ് അഡ്വാൻസ് കൊടുത്തതാണ്. 70 സെന്റ് സ്ഥലം അൽഹംദുലില്ലാഹ് 40 സെന്റോളം ഓരോരുത്തർ പറഞ്ഞു 1 സെന്റ് 2 സെന്റ് 3 സെന്റ് ഒക്കെ പറഞ്ഞ് ഇപ്പോൾ 40 സെന്റോളം ആയിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണം. ഇപ്പൊ നിങ്ങളോട് വാങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ നിങ്ങളോട് വിജയിക്കാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞില്ല. സഹോദരന്മാരെ, നിങ്ങളോടൊക്കെ പറയട്ടെ, ആ സ്ഥാപനത്തിൽ നിങ്ങളുടെയൊക്കെ സഹകരണങ്ങളും സഹായങ്ങളും എപ്പോഴും ഉണ്ടാകണം. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കും. മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിക്കും. അവിടെയാണ് മനുഷ്യന്റെ സമാധാനം. ഒരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തും. എനിക്ക് എന്റെ ചെറുപ്പക്കാരായ കുട്ടികളോട് കുറേ വിഷയങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇപ്പോൾ നീട്ടി പറയാൻ സമയം ഇല്ല, സൗകര്യം ഇല്ല. എന്റെ കുട്ടികളോട് പറയട്ടെ, നിങ്ങൾ സമാധാനത്തോടെ നിങ്ങൾക്ക് ഭാവി ജീവിതം വേണം. സമാധാനത്തോടെ നിങ്ങൾക്ക് ഭാവി ജീവിതം വേണം. അതിനാവശ്യമായ മുഴുവൻ നിർദ്ദേശങ്ങളും ഖുർആൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കണം, സ്വീകരിക്കണം. ഒരിക്കലും തീവ്രവാദങ്ങളിലേക്കും ഭീകരവാദങ്ങളിലേക്കും വർഗീയവാദത്തിലേക്കും നമ്മൾ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, ലൈസ മിന്നാ മൻ ഖാതല അലാ അസബിയ്യ, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, ലൈസ മിന്നാ മൻ മാത അലാ അസബിയ്യ. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയ്ക്ക് വേണ്ടി പോരാടുന്നവൻ, വർഗീയതയിലായി മരിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. ഒരിക്കലും വർഗീയ മനസ്ഥിതി നമുക്കുണ്ടാകരുത്. പിന്നെയോ റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബാഅ വസ്തറാ അവിഖ്തദാ. പടച്ചവന്റെ റഹ്മത്ത് കിട്ടുന്ന ജനം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, റഹിമല്ലാഹു റജുലൻ, ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്തിരിക്കുന്നു, റഹ്മത്ത് ചെയ്യട്ടെ. ആരാണ്? സംഹൻ, വിട്ടുവീഴ്ച മനസ്ഥിതിക്കാരനാണ്. തീവ്രവാദിയല്ല, കടുംപിടുത്തക്കാരനല്ല, വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ള മനുഷ്യൻ. അതെ, ഇദാ ബാഅ, വിൽക്കുമ്പോൾ വിട്ടുവീഴ്ച. അതേ, ഒരു സാധനം വിൽക്കുമ്പോൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. വസ്തറാ, ഒരു സാധനം വാങ്ങുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ. അവകാശം ചോദിച്ചു വാങ്ങുമ്പോൾ വിട്ടുവീഴ്ചയുള്ളവൻ. തീവ്രവാദ ശൈലി, വിട്ടുവീഴ്ചയില്ലാത്ത ശൈലി നമുക്കുണ്ടാകാൻ പാടില്ല. ഖുർആൻ പിന്നെയും നമ്മളെ പരിചയപ്പെടുന്നത് കണ്ടോ? അതേ, കദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാ അലന്നാസ്. നിങ്ങളെ മധ്യ നിലവാരമുള്ള സമുദായമാക്കിയിരിക്കുന്നു, നിങ്ങളെ തീവ്രവാദികളാക്കിയിട്ടില്ല. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് മധ്യ നിലവാരമാണ്. എല്ലാ വിഷയത്തിലും വേണമത്. എത്രത്തോളം? നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പോലും തീരെ കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവനാകരുത്. ഉള്ളത് മുഴുവനും കൊണ്ട് തീർക്കുന്നവനാകരുത്. മിതത്വം പാലിച്ചുകൊണ്ടേ എവിടെയും ജീവിക്കാവൂ. എല്ലാ വിഷയത്തിലും മിതത്വം വേണം. തീവ്രത ഒരു വിഷയത്തിലും പാടില്ല. അതിന് വരമ്പുകൾ ഒരു സ്ഥലത്തും ലംഘിക്കാൻ പാടില്ല. ഓ ചെറുപ്പക്കാരെ, നിങ്ങളോട് പറയട്ടെ, വല്ലാത്തൊരു വേദനയുള്ള കാലമാണിത്. പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ? അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കുന്നത് പച്ച ഹറാമാണ്. നിങ്ങൾ ഓർക്കണം, ഇപ്പോൾ പത്രങ്ങളിലൊക്കെ കാണുന്ന ഒരു വാചകം, ഞാൻ ആ വാചകം എന്റെ നാവ് കൊണ്ട് പറയാറില്ല, എന്തോ ഒരു ജിഹാദ് എന്ന് പത്രങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, എങ്ങനെ അങ്ങനെ ഒരു ചർച്ച തന്നെ വന്നു? വേദനയോടെ പറയുകയാണ്. അതാ, ഒരമുസ്ലിം പെണ്ണിന്റെ മുഖത്തേക്ക് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ നോക്കിയാൽ, ഒരു മുസ്ലിം പെണ്ണിനെ ഒരു മുസ്ലിം സഹോദരൻ പ്രേമിച്ചാൽ, അങ്ങനെ നടക്കുന്നുണ്ട് പല സ്ഥലത്തും. മുസ്ലിം പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന എത്രയോ തീവ്രവാദികൾ അമുസ്ലിം സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അമുസ്ലിം സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്ന മുസ്ലിമിന്റെ പേരുള്ളവരും ഉണ്ടായിട്ടുണ്ടാകാം അല്പമെങ്ങാനും. എന്നാൽ ഞാൻ പറയട്ടെ, ഒരമുസ്ലിമായ ചെറുപ്പക്കാരിയായ പെണ്ണിനെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൂട്ടിക്കൊണ്ടുപോയി, വ്യഭിചാരം നടത്താൻ കൂട്ടിക്കൊണ്ടുപോയി. 4-5 ദിവസം കഴിഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ ആ ചെറുപ്പക്കാരന്റെ അകമ്പടി സേവിക്കാൻ കുറെ ചെറുപ്പക്കാർ മോട്ടോർ ബൈക്കുമായി പിന്നാലെ നടന്നാൽ, മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഏർപ്പാടുണ്ടെന്ന് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ, കോടതി തെറ്റിദ്ധരിക്കാൻ
അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാര് തെറ്റിദ്ധരിക്കാൻ കാരണമായില്ലേ? ചോദിക്കട്ടെ, വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കാൻ പറ്റുമോ? ഒരു അമുസ്ലിം പെണ്ണിനെ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ഇസ്ലാമിന്റെ വിധി എന്താണ്? കടുത്ത ഹറാമല്ലേ? കടുത്ത ഹറാമല്ലേ? മുസ്ലിം പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയാലും ഹറാമല്ലേ? അൽ ഐനാനി സിനാഹു മൻ നദറു, രണ്ട് കണ്ണിന്റെ വ്യഭിചാരമാണ് നോട്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കാതിന്റെ വ്യഭിചാരമാണ് കേൾവി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കൈയിന്റെ വ്യഭിചാരമാണ് അന്യ പെണ്ണിനെ സ്പർശിക്കലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ചോദിക്കട്ടെ, ഒരു മുസ്ലിമോ അമുസ്ലിമോ ആയ ഒരു പെണ്ണിന്റെ ചിത്രം മൊബൈൽ ഫോണിൽ പിടിച്ചു വെച്ചിട്ട് അതിങ്ങനെ എടുത്തു നോക്കുന്ന നിലക്ക് തെമ്മാടിത്ത മുസ്ലിം ചെറുപ്പക്കാരന്റെ മനസ്സിൽ കടന്നുകൂടിയ മുസ്ലിം അമുസ്ലിമോ മുസ്ലിമായ പെണ്ണിനെ ടെലിഫോണിലൂടെ സംസാരിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങിയാൽ, ഒരമുസ്ലിമായ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന രംഗം വന്നാൽ ചോദിക്കട്ടെ, ഇവൻ വ്യഭിചാരിയല്ലേ? കണ്ണ് അവനെ നോക്കിയ ഓരോ കാഴ്ചയും വ്യഭിചാരമല്ലേ? കാതുകൊണ്ട് കേട്ടത് മുഴുവനും വ്യഭിചാരമല്ലേ? അവളെ ശബ്ദം കേട്ട് രസിച്ചത് വ്യഭിചാരമല്ലേ? അവളെ മുഖത്ത് നോക്കിയത് വ്യഭിചാരമല്ലേ? അവളെ സ്പർശിച്ചത് വ്യഭിചാരമല്ലേ? അവനും അവളും ധരിച്ചൊരു റൂമിൽ ഒരുമിച്ച് കൂടിയത് ശൈത്താനിന്റെ കൂടെയല്ലേ? അല്ലാഹുവിന്റെ റസൂല് അന്യപെണ്ണും അന്യപുരുഷനും ഒരു റൂമിൽ ഒരുമിച്ച് കൂടിയാൽ അവിടെ ശൈത്താനുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ? എന്നിട്ടോ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി മതപരിവർത്തനം നടത്തിക്കൊണ്ടൊരു മതപ്രബോധനമുണ്ടെന്ന് ഇവിടെ പത്രങ്ങൾ എഴുതിയെങ്കിൽ ചോദിക്കട്ടെ, വ്യഭിചാരത്തിലൂടെ പ്രബോധനമുണ്ടോ? കള്ളുകുടിയിലൂടെ ഇസ്ലാമിക ദേവത്തുണ്ടോ? വ്യഭിചാരത്തിലൂടെ ദേവത്തുണ്ടോ? ഉണ്ടെന്ന് വിശ്വസിച്ചാൽ, വ്യഭിചാരത്തിലൂടെ ഒരു ഇസ്ലാമിക ദേവത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ, കള്ളുകുടിയിലൂടെ ഒരു ഇസ്ലാമിക പ്രബോധനമുണ്ടെന്ന് വിശ്വസിച്ചാൽ, വിശ്വസിക്കുന്നവൻ ഇസ്ലാമിന് പുറത്തു പോകലല്ലേ അതിന്റെ ഫലം? മറ്റൊരാൾ ഇസ്ലാമിലേക്ക് വരലല്ല, അത് വിശ്വസിച്ചവൻ ഇസ്ലാമിന് പുറത്തു പോകലല്ലേ അതിന്റെ ഫലം? ഇസ്ലാം എന്നത് തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്ന മതമാണോ? അതുകൊണ്ട് തന്നെ മുസ്ലിം ചെറുപ്പക്കാരാ, ഒരന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുന്ന ജീവിതം നിനക്ക് വേണ്ട. അതേപോലെ മുശ്രിക്കത്തായ ഒരു പെണ്ണിനെക്കാൾ എത്രയോ ഖൈറ് അടിമപ്പെണ്ണാണെന്ന് പരിശുദ്ധ ഖുർആൻ. പിന്നെ എങ്ങനെയാ മുസ്ലിം പെണ്ണിനെ മുസ്ലിം ചെറുപ്പക്കാരൻ തട്ടിക്കൊണ്ടുപോയി വ്യഭിചാരം നടത്താൻ, പ്രേമിക്കാൻ, പ്രണയബന്ധത്തിൽ ഏർപ്പെടാൻ ഇസ്ലാമിൽ എവിടുന്നാണ് വകുപ്പ്? ശരിയും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓ മുസ്ലിം സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, എന്തൊരു കാലഘട്ടമാണിത്! ബാപ്പയും ഉമ്മയും നമ്മളെ പോറ്റി വളർത്തിയത് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണ്. പക്ഷേ ബാപ്പ അറിയാതെ ഇവനൊരു അമുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു, അല്ലെങ്കിൽ ഒരു മുസ്ലിം പെണ്ണിനെ പ്രേമിച്ചു. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, കുട്ടിക്കാലം മുതലേ ചെറിയ കുഞ്ഞുമോനെ പോറ്റിയെടുക്കുന്ന ഉമ്മ, കുഞ്ഞുമോനെ പോറ്റിയെടുക്കുന്ന ബാപ്പ, ഈ കുട്ടി വലുതായി ബിസിനസ് ഒക്കെ തുടങ്ങി, പഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ എടുത്ത് ഇവനൊരു വിവാഹം നടത്തുന്ന സന്തോഷത്തിൽ പങ്കെടുത്ത് മരിക്കണമെന്ന് ചിന്തിക്കുന്ന ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുമ്പോൾ, അതാ വിവരം കെട്ട ചില ചെറുപ്പക്കാർ അതാ ഏതോ ഒരു പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ട് കോടതിയിലേക്ക് വരുന്നത് കാണുന്നു. ജനസമക്ഷം പ്രത്യക്ഷപ്പെടുന്നു, പത്രക്കാരെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ബാപ്പന്റെ മനസ്സ് പൊട്ടിത്തെറിക്കുന്നു, ഉമ്മ മനസ്സ് വേദനിക്കുന്നു. ചോദിക്കട്ടെ, പഴയ കാലത്ത് കല്യാണം കഴിക്കല് തന്നെ ബാപ്പയും ഉമ്മയും നിർബന്ധിച്ചിട്ടാണ്. എന്നാൽ അങ്ങനെ നിർബന്ധിച്ചുകൊണ്ട് കല്യാണം കഴിക്കുമ്പോ അവരാണ് വിവാഹം മുഴുവനും നിശ്ചയിച്ച് നടപ്പാക്കുന്നതെങ്കിലും ആ സമയത്ത് നിക്കാഹിന് മുമ്പ് ബാപ്പനോടൊന്ന് സമ്മതമെടുത്തു, ഉമ്മാമാനോട് സമ്മതമെടുത്തു, ഉപ്പാപ്പാനോട് സമ്മതമെടുത്തു, അമ്മാമനോട് സമ്മതമെടുത്തു, എന്നിട്ടേ നിക്കാഹിനിരിക്കൂ. അത്ര അതവ് കാണിച്ചിരുന്ന നമ്മുടെ സമുദായം, ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും വിദേശത്ത് പോയി പഠിക്കുമ്പോ, മദ്രാസിൽ വന്ന് പഠിക്കുമ്പോ, അമേരിക്കയിൽ പോയി പഠിക്കുമ്പോ, ഏതോ പഠിക്കുമ്പോൾ കണ്ട ഏതോ ഒരു പെണ്ണിനെ ഇവനങ്ങ് തെരഞ്ഞെടുത്തു. പിന്നെ ബാപ്പന്റെ സമ്മതം വേണ്ട, ഉമ്മന്റെ സമ്മതം വേണ്ട, പിന്നെ ഈ പെണ്ണിനെ കൂട്ടി നടക്കുകയാണ് ഇവൻ. ചോദിക്കട്ടെ, ഇത്ര നന്ദി കെട്ടൊരു മനുഷ്യൻ ലോകത്ത് വേറെയുണ്ടോ? സ്വന്തം ബാപ്പന്റെ താല്പര്യം നോക്കാതെ, ഉമ്മന്റെ താല്പര്യം നോക്കാതെ, കുടുംബത്തിന്റെ മാന്യത നോക്കാതെ, അവരെ തറവാട്ടിന്റെ യോഗ്യത നോക്കാതെ, അതുപോലെ തന്നെ അവരെ സാമ്പത്തിക ശേഷി നോക്കാതെ ഏതോ ഒരു പെണ്ണിനെ വികാര ശമനത്തിന് വേണ്ടി
റോട്ടും വന്ന് തെരഞ്ഞെടുക്കുന്ന നീയും കാണുന്ന പെടക്കോഴിന്റെ പിന്നാലെ ഓടുന്ന പൂവൻ കോഴിയും തമ്മിലെ വ്യത്യാസം എന്താ ചെറുപ്പക്കാരാ? ചോദിക്കട്ടെ, കാണുന്ന കന്നുകാലിയുടെ പിന്നാലെ പോകുന്ന കാളയും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വന്തം ബാപ്പയോടൊരു ചോദ്യമില്ലാതെ, സ്വന്തം ഉമ്മാന്റെ പൊരുത്തമില്ലാതെ കാണുന്ന പെണ്ണിന്റെ പിന്നാലെ പോകേണ്ട ഗതികേട് മുസ്ലിം സമുദായത്തിലുള്ള ചെറുപ്പക്കാർക്കുണ്ടോ? അതുകൊണ്ട് തന്നെ പറയട്ടെ, എല്ലാ ബറക്കത്തും നശിച്ചുപോയി കേട്ടോ, എല്ലാ നന്മയും ചോർന്നുപോയി കേട്ടോ, എല്ലാ ഇസ്സത്തും പോയി കേട്ടോ. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. ഇസ്സത്ത് അല്ലാഹുവിനല്ലേ, റസൂലുള്ളാഹിക്കല്ലേ, മുഅ്മിനീങ്ങൾക്കല്ലേ. അതിന് മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ തയ്യാറാകണ്ടേ. ഈമാൻ ഇസ്ലാം കൈയൊഴിച്ചുകൊണ്ടുള്ള ജീവിതം, അതല്ലേ നമ്മുടെ സമുദായത്തിന് സർവ്വമാനങ്ങളും വലിച്ചുകൊണ്ടുവന്നത്. ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്, എന്താണ് യാതൊരു മടിയില്ല. ഒരാൾ ഉസ്താദേ എത്ര പൈസ നേർച്ച വേണമെങ്കിലും തരാ, വേർക്കണം. എന്താണ്? എന്റെ മകളിപ്പ എന്റെ കൂടെ, മകള് വേറൊരുത്തന്റെ കൂടെ കഴിയാണ്. ഞാൻ ചോദിച്ചു, അവനെ നിക്കായി തൊട്ടൂടെ? എന്തായാലും അങ്ങനെ കഴിഞ്ഞല്ലോ ഉസ്താദ്, ഒരു നിലക്കും നിക്കായി അടുത്ത കള്ളൂടിയാണ്. പക്ഷേ അവൾ അവന്റെ കൂടെ പോയി. എത്ര വീട്ടുകാരാ സങ്കടം പറയുന്നത്? നമ്മുടെ ചെറുപ്പക്കാർക്ക് ബാപ്പ അമ്മ എന്ന ഒരു ചിന്ത പോലും ഇല്ലാതെ വളരും, അതവും ഗുരുത്വമില്ലാതെ വളരും. സുബ്ഹാനല്ലാഹ്, ഞാനൊക്കെ എന്റെ ബാപ്പ ഒരു കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ നിലത്ത് മാത്രമേ ഇരിക്കാറ്. കസേര വലിക്കുക നിലത്തേ ഇരിക്കുള്ളൂ, പേടിയാ ഭയങ്കര നിലത്തേ. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴോ ഇപ്പൊ ഞാൻ കസേര കളിക്കുമ്പോ എന്റെ മകൻ വന്നിട്ട് എന്റെ മുന്നിൽ തന്നെ അവിടെ ഇരിക്കും. അങ്ങനത്തെ ഒരു കാലം, ഒരു വിഷമമില്ല, ഒരു പ്രശ്നം, അങ്ങനത്തെ ഒരു കാലമായി പോയി. അതവും ഗുരുത്വമില്ല. ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കണമെന്നുള്ള ബോധം, ബാപ്പ പറഞ്ഞാൽ അനുസരിക്കണമെന്ന് ബോധം. ഇങ്ങനത്തെ ഒരു മക്കൾ വളരാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വെറും ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ പോരാ, വെറും ഭൗതിക വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ. മക്കളെ മക്കളായി കിട്ടണോ? ഭൗതിക വിദ്യാഭ്യാസം, ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം. അതിനാ നമ്മളെ സ്ഥാപനങ്ങൾ. നമ്മൾ മർക്കസു സഖാഫത്തി സുന്നിയ, ഞാൻ അവിടെ 3 കൊല്ലം പഠിച്ചവരാണ്. മർക്കസു സഖാഫത്തി സുന്നിയ, ജാമിഅ അസ്അദിയ, അതുപോലെ മജ്ലിസ് സഖാഫത്തി ഇസ്ലാമിയ, അതുപോലെ നമ്മുടെ മജ്മഅകൾ, മഖറുകൾ, നമ്മുടെ ധാരാളം സ്ഥാപനങ്ങളുണ്ട് കേരളത്തിൽ. സിറാജുൽ ഹുദ അതിലൊന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്ഥാപനങ്ങളൊക്കെ 2 വിദ്യാഭ്യാസവും കൊടുത്ത് വളർത്താൻ വേണ്ടിയാണ്. അതും ഗുരുത്വവുമുള്ള മക്കൾ വളരണം. 2 വിദ്യാഭ്യാസവും ലഭിക്കണം. നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം. അല്ലാഹു നമുക്കെല്ലാവർക്കും നന്മ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. ഓ മുസ്ലിമീങ്ങളെ, ആത്മീയ ചിന്തയുള്ള, ഭൗതിക വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാര് വേണം, എഞ്ചിനീയർമാര് വേണം, വക്കീലന്മാര് വേണം. വെറും ഭൗതിക ചിന്ത മാത്രം പോരാ, ആത്മീയ ചിന്ത കൂടിക്കലർന്നവര് വേണം. അതുപോലെ തന്നെ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ആത്മീയ ചിന്ത വളർത്താൻ വേണ്ടി ആത്മീയ ചിന്തയുള്ളവരുമായി സഹകരിക്കണം, അവരുമായി ബന്ധപ്പെടണം. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. അതേ ടൗണിലുള്ള ഡ്രൈനേജിലൂടെ ഒലിച്ചു പോകുന്ന അഴുക്കുചാലിലെ വെള്ളം അത് പുഴയിലുള്ള ശുദ്ധവെള്ളത്തിന്റെ കൂടെ ഒലിക്കാൻ തുടങ്ങിയാൽ അഴുക്കുചാലിലെ വെള്ളം ശുദ്ധജലമായി മാറുന്നത് പോലെ മോശമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ ആത്മീയ ബോധമുള്ള പണ്ഡിതന്മാരുടെ കൂടെ ഇടകലർന്ന് ജീവിച്ചാൽ, തെക്കുവയുള്ളവരുടെ കൂടെ ഇടകലർന്ന് ജീവിച്ചാൽ അഴുക്കുചാലിലെ വെള്ളം ശുദ്ധജലമാകുന്നത് പോലെ മനുഷ്യൻ സംസ്കരിക്കപ്പെടും. അങ്ങനെ സംസ്കരിക്കപ്പെട്ട ഒരു വിഭാഗമായി നമ്മുടെ സമുദായം ഉയരണം, വളരണം. ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് CSO നടത്തുന്നത്, അതുപോലെ മർക്കസ് നടത്തുന്നത്, സിറാജുൽ ഹുദ നടത്തുന്നത്. അല്ലാഹു നമ്മുടെ പ്രവർത്തന രംഗത്ത് നമുക്കെല്ലാം വിജയവും സഹായവും നൽകട്ടെ. റബ്ബേ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ പൊരുത്തപ്പെട്ട അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ.
എന്റെ ചെറുപ്പക്കാരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് ദിക്ർ ചൊല്ലി സലാത്ത് ചൊല്ലി പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങളെ ഉമ്മവാപ്പമാരോടുള്ള കടപ്പാട്, പ്രായമുള്ളവരോടുള്ള കടപ്പാട്, പണ്ഡിതന്മാരോടുള്ള കടപ്പാട് ഞങ്ങൾക്ക് നീ ഞങ്ങളെ മനസ്സിലെന്നും ഓർമ്മയിൽ തരണം റഹ്മാനേ. മക്കളെ വളർത്തുമ്പോൾ ശരിയായ നിലക്ക് വളർത്തണമെന്ന ചിന്ത രക്ഷിതാക്കളെ മനസ്സിലും നീ കൊടുക്കണം റഹ്മാനേ. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റും ദുആക്കും നിൽക്കാതെ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു അതാ നിസ്കാരം കഴിഞ്ഞ് വേഗം പിരിഞ്ഞു പോകുന്നു. അബൂ ദുജാന തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ദിക്റും ദുആക്കും നിൽക്കാതെ പിരിഞ്ഞു പോകുന്ന ശ്രദ്ധയിൽപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദ്യം ചെയ്തു, എന്തേ അബൂ ദുജാന, നിങ്ങൾ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് അല്ലാഹുവോടൊന്നും പറയാനില്ലേ? ദിക്റും ദുആക്കും നിൽക്കാതെ പോകുന്നത് എന്തേ? അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, നബിയേ, ഞാനങ്ങനെ പോകുന്നതിന്റെ കാരണം എന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ഈത്തപ്പന മരമുണ്ട്. ആ ഈത്തപ്പന മരത്തിന്റെ മേലെ ഈത്തപ്പഴം പഴുത്തു കിടക്കുന്നുണ്ട്. അക്കാരക്കമരത്തിന്റെ മേലെ നിന്ന് ഈത്തപ്പഴം പഴുത്തിട്ട് എന്റെ പറമ്പിലേക്ക്, എന്റെ വീട്ടുമുറ്റത്തേക്ക് വീണ് കഴിഞ്ഞാൽ എന്റെ ചെറിയ മക്കൾ അവര് രാവിലെ ഉറക്ക് തെളിഞ്ഞിട്ടത് പെറുക്കി തിന്നുപോകും. ആ ഈത്തപ്പന എന്റേതല്ല, എന്റെ തൊട്ടടുത്ത വീട്ടുകാരന്റേതാണ്. ഞാനൊരു ദിവസം നിസ്കാരം കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ ഒരു ചെറിയ കുട്ടി ഈത്തപ്പഴമെടുത്ത് തൊള്ളയിലിട്ടത് ഞാൻ കണ്ടു. എന്റെ വീട് പട്ടിണി കിടക്കുന്ന വീടാണ്. എന്റെ മക്കൾ വിശന്നുകൊണ്ട് കിടന്നുറങ്ങിയതാണ്. ആ മക്കൾക്ക്, ഒന്നും കിട്ടാത്ത മക്കൾക്ക് അന്യന്റേതെന്ന ചിന്തയില്ലാതെ ഈത്തപ്പഴം കിട്ടിയാൽ തിന്നുപോകും. ഒരു ദിവസം ഞാൻ എന്റെ ഒരു ചെറിയ മകൻ ഈത്തപ്പഴമെടുത്ത് തൊള്ളയിലിട്ടത് കണ്ടപ്പോ അത് പിടിച്ച് വലിച്ച് പുറത്തെടുത്ത് അതേ അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞതാണ്. എന്റെ മക്കൾ ഉറക്കു തെളിയുന്നതിന് മുമ്പ് ഞാനവിടെ എത്തിയില്ലെങ്കിൽ അന്യന്റെ അവകാശം എന്റെ മക്കൾ തിന്നുപോകും നബിയേ. അതുകൊണ്ട് ദിക്ർ ദുആക്ക് നിൽക്കാതെ ഞാൻ തിരിച്ചു പോവുകയാണ് നബിയേ. അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ രക്ഷിതാക്കളെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നമ്മളെ മക്കൾ തിന്നുന്നത് ഹലാലായിരിക്കണം. ഒരിക്കലും അന്യന്റേത് തിന്ന് വളരുന്ന മക്കൾ നന്നാകൂല. മാനബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി. ഹറാമിലൂടെ വളരുന്ന മാംസം നരകം കൊണ്ട് ബന്ധപ്പെട്ടതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി. തിന്നുന്ന ഭക്ഷണം ക്ലിയറാകണം. ബിസിനസ് നടത്തുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ടാകും. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, അതെ, അത്താജിറു സദൂഖുൽ അമീനു മഅൻ നബിയ്യീന വസ്സദീഖീന വസ്സുഹദാ. ബിസിനസ് നടത്തുന്ന ആളുകൾ സത്യവാന്മാരാണെങ്കിൽ, വിശ്വസ്തരാണെങ്കിൽ അവർ അമ്പിയാക്കളെ കൂടെയാണ്, സിദ്ദീഖീകളെ കൂടെയാണ്, ശുഹദാക്കളെ കൂടെയാണ്. ബിസിനസ് നടത്തണം, പക്ഷേ അത് വിശ്വസ്തമായ ബിസിനസ്, സത്യസന്ധമായ ബിസിനസ്. എന്നാൽ നിങ്ങളെ പാർപ്പടം ശുഹദാക്കളെ കൂടെയാണ്, സിദ്ദീഖീകളെ കൂടെയാണ്, അമ്പിയാക്കളെ കൂടെയാണ്. അതേ നബി തന്നെ പറഞ്ഞ മറ്റൊരു വാക്ക് ശ്രദ്ധിക്കണേ, അത്തുജാറു യുസ്റൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറാ ഇല്ലാ മൻ ഇത്തഖാ വബറ വസദഖാ. അതേ, തഖ്വയില്ലാതെ, പുണ്യം ചെയ്യാതെ, സത്യം പറയാതെ, അസത്യത്തിന്റെ ചിന്തയിലായി ബിസിനസ് നടത്തുന്ന കക്ഷികൾ പടച്ചവന്റെ അടുക്കൽ തെമ്മാടികളാണ് കേട്ടോ. തഖ്വയോടെ സത്യസന്ധമായി സത്യം പറഞ്ഞ് ബിസിനസ് നടത്തുന്നവർ റസൂലുള്ളാഹിന്റെ കൂടെയാണ് കേട്ടോ. തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞിട്ടുണ്ട്. മാ അകലഹും ഫആമൽ ഖത്തു ഖൈറൻ മിൻ യകുല മിൻ അമലി യദൈ. കൈ
കൈകൊണ്ട് ജോലിയെടുത്ത് ഭക്ഷണം കഴിക്കുന്നവനേക്കാൾ ഹൈറായ ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാളില്ല. തൊഴിലാളിക്ക് റസൂലുള്ളാഹി ആശംസ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹറാമായ വിധത്തിലാകരുത്, മുതലാളിയെ വഞ്ചിച്ചുകൊണ്ടാകരുത്, കട്ടെടുത്തുകൊണ്ടാകരുത്. എന്ത് ജോലിയാണെങ്കിലും, കൃഷിയാണെങ്കിലും, തൊഴിലാണെങ്കിലും, ബിസിനസ്സാണെങ്കിലും നമ്മളെ മക്കള് ഹറാമ് തിന്നാൻ കാരണമാകരുത്. അബൂ ദുജാന റളിയല്ലാഹുവിന്റെ തഖ്വ കണ്ടോ? നിസ്കാരത്തിന്റെ ശേഷം ദിക്റും ദുആക്കും നിൽക്കാതെ മഹാനവകൾ ഓടിപ്പോകുന്നത് അന്യന്റെ ഈത്തപ്പഴം എന്റെ മക്കള് തിന്നുപോകുമോ എന്ന പേടി കൊണ്ടാണ്. ആ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം കേട്ടപ്പോ, സത്യസന്ധത അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഈത്തപ്പന ആരുടേതാണ്? ആ ഈത്തപ്പന ആരുടേതാണ്? അതെനിക്ക് വിൽക്കുമോ? ആരുടേതാണ്? ആളെ പേര് പറഞ്ഞു കൊടുത്തു. അയാളെ വിളിച്ചു, നിങ്ങളുടേതല്ലേ അബൂ ദുജാനയുടെ വീട്ടിൽ ചാഞ്ഞു കിടക്കുന്ന ഈത്തപ്പന? അതെ, അബൂ ദുജാനക്ക് അതിന്റെ ഈത്തപ്പഴം അബൂ ദുജാനയുടെ മക്കൾ തിന്നുപോകുന്നത് പേടിച്ചിട്ട് ദിക്റും ദുആക്കും നിൽക്കാതെ പോവാണ്. അതുകൊണ്ട് ആ ഈത്തപ്പഴ നീ എനിക്ക് വിൽക്കോ? 10 ഈത്തപ്പന സ്വർഗത്തിൽ പകരം തരാം. 10 ഈത്തപ്പന സ്വർഗത്തിൽ പകരം തരാം, വിൽക്കോ? അപ്പൊ അയാൾ എന്ത് പറഞ്ഞു എന്നറിയോ? അയാൾ കൂട്ടത്തിൽ നിസ്കരിക്കാനൊക്കെ വരും, പക്ഷെ ഉള്ളിൽ വിശ്വാസമില്ല. അയാൾ എന്ത് പറഞ്ഞു അറിയോ? ഞാൻ കടത്തിന് വിൽക്കൂല, റൊക്കത്തിനെ കൊടുക്കും. സ്വർഗത്തിൽ 10 തരാതിന് റൊക്ക കടൽ കടത്തിന് വിൽക്കൂല. അപ്പോഴാണ് ഭാഗ്യവാനായ മഹാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് സയ്യിദുന്ന ഖല്ലദി യുതി മാലഹു യതസക്ക ഫമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. നരകത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെടും നബിയെ തഖ്വയുള്ള മഹാന്മാരെ. അവരെ സ്വഭാവം എന്താണ്? തെറ്റുകളിൽ നിന്ന് പരിശുദ്ധമാകാൻ ധനം കൊടുക്കുന്നവരാണവർ, ധനം ചെലവഴിക്കുന്നവരാണവർ. അവർക്കതാ റബ്ബിന്റെ പൊരുത്തമേ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ, വേറെ ലക്ഷ്യമില്ല. റബ്ബിന്റെ പ്രതിഫലം കൊണ്ടവർ പൊരുത്തപ്പെടും നബിയെ. ഈ അർത്ഥം വരുന്ന ആയത്തിറങ്ങിയത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വല്ലാത്ത സദഖയെ പരിഗണിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്തല്ലേ അത്. ബിലാൽ റളിയല്ലാഹുവിന്റെ മോചനത്തിൽ അതാ പറഞ്ഞ പൊന്ന് കൊടുത്തപ്പോൾ ഇറങ്ങിയ ആയത്തല്ലേ അത്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് കടം മതി, റൊക്കം വേണ്ട. ഞാനിതാ പറയുന്നു, അയാളുടെ ഈത്തപ്പനക്ക് പകരം 10 ഈത്തപ്പന ഞാൻ കൊടുക്കും. ഇവിടെ എനിക്ക് തങ്ങൾ സ്വർഗത്തിൽ തന്നാൽ മതി. ഞാൻ 10 കൊടുക്കാം, നീ വിൽക്കുമോ? മുനാഫിഖായ മനുഷ്യന്മാർ വിറ്റു. 10 ഈത്തപ്പന നീ ഇവിടെ വേണമെങ്കിൽ ഇവിടെ തന്നെ വിറ്റു. സത്യങ്ങളെ കച്ചവടം അടിച്ചു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ തങ്ങൾ പറഞ്ഞ 10 ഈത്തപ്പന എനിക്ക് സ്വർഗത്തിൽ തരണം. എനിക്ക് തങ്ങൾ കടം പറഞ്ഞാൽ മതി, എനിക്കിവിടെ വേണ്ട. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 10 ഈത്തപ്പനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ മനുഷ്യൻ വീട്ടിലേക്ക് പോയി, മുനാഫിഖ് വീട്ടിലേക്ക് പോയി. ഭാര്യയുടെ മുന്നിൽ സന്തോഷത്തോടെ ചെന്നിട്ട് നല്ല ലാഭമുള്ള കച്ചവടം ചെയ്ത് വരികയാണ് ഞാൻ. എന്തേ കച്ചവട ലാഭം? നമ്മുടെ ഒരു ഈത്തപ്പനയില്ലേ, ആ ഈത്തപ്പന ഞാൻ മുഹമ്മദിനും അബൂബക്കറിനും വിറ്റു. ഒന്നിന് 10 ഈത്തപ്പന ഇവിടെ തന്നെ കിട്ടി, വലിയ ലാഭമായി പോയി. അതിന്റെ പുറമേ നമ്മളെ ഈത്തപ്പന നമ്മളെ പറമ്പിലല്ലേ ഉള്ളത്, അത് നമ്മൾ വിറ്റു എന്ന് പറഞ്ഞില്ലാതെ അതിന്റെ പോകുന്നത് അവിടെ തന്നെ ഇല്ലേ. അപ്പൊ നമുക്ക് 11 ആദ്യത്തെ വിറ്റിട്ട് കിട്ടിയ 10 പറമ്പിൽ തന്നെയല്ലേ ഉള്ളത്, അത് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ 11. ഓ ഭാര്യ സന്തോഷത്തോടെ കിടന്നുറങ്ങി. നേരം വെളുത്തു നോക്കുമ്പോൾ അത്ഭുതം തന്നെ. ഈത്തപ്പനെ അതാ അവിടെ കാണുന്നില്ല. മൂപ്പര ഈത്തപ്പന നടന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു മുറ്റത്ത് പോയി നിൽക്കുന്നു. ജഅതിലി ദഅവതിഹി അസ്ജറു സജീലതൻ തംശി ഇലൈഹി അലാ സഖിൻ ബിലാ ഖദമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ
മനസ്സിന്റെ ഉള്ളിൽ വിശ്വാസമില്ലാത്തവന് അല്ലാഹുവിന്റെ റസൂലിന്റെ പവർ അറിയൂല കേട്ടോ, സിദ്ദീഖുൽ അക്ബറിന്റെ പവർ അറിയൂല കേട്ടോ, ഔലിയാക്കളെ പവർ അറിയൂല കേട്ടോ. അതേ സമയത്ത് ഈത്തപ്പന മരത്തിന് റസൂലുള്ളാഹിനെ അറിയാം, സിദ്ദീഖുൽ അക്ബറിനെ അറിയാം, മരങ്ങൾക്കറിയാം, കല്ലുകൾക്കറിയാം, അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് മഹാന്മാരെ അറിയാം. അതേ സമയത്ത് മുനാഫിഖിനത് മനസ്സിലാവൂല, കുഫാറിനത് തിരിയൂല, തിരിയുന്നവർക്ക് തിരിയും കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് നമ്മളെ മക്കള് നന്നാകാൻ ബഹുമാനപ്പെട്ട അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ ചിന്ത നമ്മളെ ഖൽബിൽ വളർത്തണേ മുസ്ലിമീങ്ങളെ. ഒരിക്കലും മറ്റൊരുത്തന്റെ ഹഖ്, വേറൊരുത്തന്റെ അവകാശം നമ്മളെ കയ്യിലായി പോകരുത്. ആയി വന്നാൽ നമ്മളെ മക്കള് ചീത്തയായി പോകും. അല്ലാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. നല്ല പ്രവർത്തനങ്ങൾ എപ്പോഴും സഹകരിക്കണം, എപ്പോഴും സഹായിക്കണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.